യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനാരാണ്? യഹോവ തന്നെയാണ് അല്ലേ? അങ്ങനെയാണല്ലോ ഒരു ഫ്രേസ് എടുത്താൽ, ഒരു സെൻറ്റൻസ് എടുത്താൽ അത് അങ്ങനെയാണല്ലോ. അവിടെ ഇൻവേർട്ടഡ് കോമ ഇട്ട് ചിന്തിച്ചാൽ കറക്റ്റാവും. ഞാൻ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ എന്നല്ല ഞാൻ. അപ്പോൾ ഇതിൻ്റെ ഈ നറേറ്റ് ചെയ്യുന്ന ആൾ, ആ വിഷയം പറയുന്ന ആൾ ആരാണ്? യഹോവ. ഇപ്പോൾ യഹോവ എന്താ പറഞ്ഞേ? ഞാൻ നിങ്ങളുടെ അമ്മയെ. ഇതൊരു അലിഗറിക്കലായ ഒരു പ്രയോഗമാണ്. ഇസ്രയേലെ, ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് കളഞ്ഞു. അല്ലെങ്കിൽ ഇസ്രയേലൈറ്റ്സിൻ്റെ ആ രാജ്യത്തെ അമ്മ എന്നൊരു സങ്കല്പത്തിൽ യെറുസലേമേ, ഞാൻ നിനക്ക് ഹസ്ബൻഡാണ്. അപ്പം ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞുവോ? എവിടെയാണ് എൻ്റെ ഉപേക്ഷണ പത്രം? ഇസ്രയേൽ മക്കളെ തള്ളിക്കളയാത്ത ദൈവത്തിൻ്റെ കാരുണ്യത്തെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. വേറെ വലിയ വിഷയത്തിലേക്ക് പോകാനാ. താഴോട്ട് വായിച്ചോളൂ. ആ ആ പിന്നെ ആ ആ ആ ആ ആ ആ ഉവ്വ. അവിടെ എന്താ പറഞ്ഞേ? ആ ആ ആ ഇവിടെ പറയുന്നത് എനിക്കാരാ? യഹോവയായ കർത്താവ് തളർന്നിരിക്കുന്നവരെ ശക്തിപ്പെടുത്താൻ എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ഇതാരാണ്? യെശയ്യാവാണോ എന്ന് താഴോട്ട് വായിച്ചാട്ട്. യെശയ്യാവിന് യോജിക്കുമെങ്കിൽ എളുപ്പമായി. ആ 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 അമ്പത്തൊന്ന് തുടർന്നോളൂ, കുറേക്കൂടെ പോകട്ടെ. ഇതാരാണ്? യെശയ്യാവാകുമോ? അപ്പോൾ പഴയ നിയമത്തിൽ യേശു ഇല്ല എന്നൊക്കെ പറയുന്നത് വായനയുടെ അഭാവമാണ്. യേശുവിനെപ്പറ്റി പരാമർശമില്ല എന്നൊരു ജൂതൻ പറഞ്ഞാൽ
അത് അവൻ യേശുവിനെ അംഗീകരിക്കുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഒരു ക്രൈസ്തവൻ പറയേണ്ടി വരുന്നത് സൂക്ഷ്മാംശങ്ങളിലെ വായന ഇല്ലാത്തതുകൊണ്ടാണ്. ഇനിയും വേണം. യെശയ്യാ 53 നമുക്ക് പരിചയമുള്ളതാണ്, നിരന്തരം കേൾക്കുന്നതാണ്, കർത്തൃമേശ ആചരണത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു. അവിടെ പറയുന്ന ഞങ്ങളെന്നത് പ്രോഫറ്റ് ആണെന്ന് വേണമെങ്കിൽ ധരിക്കാം. അടുത്തത് കേട്ടോ, യഹോവയുടെ ഭുജം. അപ്പോൾ ഇവിടെ യഹോവയുടെ ഭുജം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നതെല്ലാം അവൻ എന്നാണ്. ദൈവത്തിൻ്റെ കൈ, ആ കയ്യെ വിളിക്കുകയാണ് അവൻ. എന്തൊക്കെയാണ് പറയുന്നത്? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർമുളയ്ക്കുന്ന പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അപ്പോൾ രണ്ടുപേരെ അവൻ അവൻ എന്ന് പറയുന്നു. ശരിയാണോ? അവൻ അവൻ്റെ മുമ്പാകെ. അപ്പോൾ ഇതെന്താ മനസ്സിലായി? നമുക്ക് കൺഫ്യൂഷനില്ല. ഇത് ജൂതൻ വായിച്ച കൺഫ്യൂഷനാണ്. ഇതാരെ പറ്റിയാണെന്ന് ചോദിച്ചാൽ ഉത്തരം തരാൻ പാടാ. ജൂതൻ മാത്രമല്ല, വണ്ണസുകാരൻ വായിച്ചാലും പ്രശ്നം, ഉത്തരവില്ല. അപ്പോൾ ഈ ട്രിനിറ്റി ലോജിക്കലി ആണോ പ്രൂഫ് ചെയ്യേണ്ടത്, ബിബ്ലിക്കലി ആണോ? തീർച്ചയായിട്ടും ലോജിക്കലി സംസാരിച്ചാൽ ഒത്തിരി നമുക്ക് മനസ്സിലാത്ത കാര്യങ്ങളുണ്ട്, സംശയമൊന്നുമില്ല കാര്യത്തിൽ. ഇഫ് ഇറ്റ് ഈസ് ബിബ്ലിക്കൽ, ട്രിനിറ്റിയാണ് സൗണ്ട് ഡോക്ട്രിൻ. ബൈബിൾ സേസ്, വേദപുസ്തകം കൃത്യമായി നമുക്ക് ഈ വിശദീകരണം തരുന്നു. ഇപ്പോൾ യാഹ്വേ എന്ന് പറഞ്ഞിട്ട് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ നേരം ഗോഡ് ദ ഫാദറാണ് സംസാരിക്കുന്നത്, പിന്നെ ഗോഡ് ദ സണ്ണാണ് സംസാരിക്കുന്നത്. ആ സംഭാഷണം തുടരുമ്പോൾ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അതിൽ സംശയമില്ലാത്തത് ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ, ഗോഡ് ദ ഹോളി സ്പിരിറ്റ്, ഇവർ മൂന്നായി സംസാരിച്ചാലും ഒന്നായി സംസാരിച്ചാലും കൺഫ്യൂഷൻ ഇല്ല. മനസ്സിലായോ? ഇനി നമുക്കത് ഈ പറഞ്ഞ കാര്യത്തെ അല്പം കൂടെ കാര്യമായിട്ടൊന്ന് ചിന്തിച്ചു പോകാം. മനസ്സിലാകുന്നുണ്ടോ? ഇനി നമ്മൾ ആദ്യം കണ്ടതെന്താ? ഇസ്രായേലിൽ കേൾക്കുക, യാഹ്വേ നമ്മുടെ ദൈവമാകുന്നു, യാഹ്വേ ഏകൻ തന്നെ. അപ്പോൾ യഹോവ ഏകൻ എന്നത് ഉറപ്പാണ്. ഇനി നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 8:16, 16:32 ഒന്ന് വായിക്കാം. ഈ റെഫറൻസ് ഓർക്കാൻ തന്നെ എന്തെളുപ്പം. 8:16 ഇരട്ടി, 16:32 അതിൻ്റെ ഇരട്ടി. ഇതൊക്കെ മനപ്പാടം പഠിച്ചു വെച്ചോ. ഞാൻ ഏകനല്ല. എന്താണ് അപ്പുറത്ത് പറഞ്ഞേ? യഹോവ ഏകൻ തന്നെ. ഇവിടെ പറയാം ഞാൻ ഏകനല്ല. അതിൻ്റെ കാരണം പറഞ്ഞു, പിതാവ് എന്നോടുകൂടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഏകനല്ല. യേശു പറയാം ഞാൻ ഏകനല്ല. ഓക്കെ, അങ്ങനെ ഉണ്ടോയെന്ന് നോക്കി. അതൊരു വാക്യം പാതി മുറിച്ചെന്ന് നമ്മൾ പറയല്ല, അങ്ങനെ വായിച്ചു. ചിലർക്ക് അങ്ങനെ ഒരു അഭ്യാസമുണ്ട്, അതൊന്നും വേണ്ട. ഞാൻ വിധിച്ചാലും ശ്രദ്ധിച്ച്, ഞാനും എന്നെ വിധിച്ച അയച്ച പിതാവും കൂടെയാകയാൽ എൻ്റെ വിധി സത്യമാകുന്നു. അപ്പം ഞാൻ ഏകനല്ല, പിതാവ് എന്നോട് കൂടെ ഉണ്ട്. അതാ അതിൻ്റെ കാരണം. അപ്പോൾ ഈ ഒന്ന് അബ്സല്യൂട്ട് വൺ എന്ന ഭാഗം പറ്റില്ല, കളക്റ്റീവ് വൺ തന്നെ സർവ്വവിജയുള്ളൂ. ഇനിയും തരാം ഒരു ഉദാഹരണം, 16:32. വന്നു. കണ്ടോ? അതിനകത്ത് ഞാൻ പാതിയല്ലല്ലോ വായിച്ചേ. പാതി ഞാൻ വായിപ്പിച്ചാലും താഴെ മുകളിലും വായിക്കാനുള്ള സ്വാതന്ത്ര്യം സകല ക്രൈസ്തവനും ഇല്ലേ, സകല മനുഷ്യർക്കും ഇല്ലേ? പിതാവിനോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല താനും. അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ്. അപ്പോൾ ഇതൊരു ആൾ വായിച്ചാൽ ആവർത്തനം 6:4 മുറുകെ പിടിക്കുന്ന ഒരാൾ അബ്സല്യൂട്ട് വണ്ണിന് വേണ്ടി വാദിച്ചാൽ എങ്ങനെയായാൽ യോഹന്നാൻ 8:16 16:32 മറുപടി പറയും? ഒരു വണ്ണസുകാരൻ മറുപടിയില്ല, മറുപടിയേ ഇല്ല. ഈ ആവർത്തനം 6:4 യോഹന്നാൻ 8:16 16:32 തമ്മിൽ അത് കോൺട്രവേഴ്സ്യൽ അല്ല എന്ന് വിശ്വസിക്കുന്നവർ ട്രിനിറ്റേറിയന്മാരാണ്. കാരണം
ദൈവം ഏകനെന്ന് പറഞ്ഞാലും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂവർ എന്ന് പറഞ്ഞാലും കളക്റ്റീവ് വണ്ണിൽ വിശ്വസിക്കുന്ന നമുക്കവിടെ സംശയമില്ല. വ്യക്തത വന്നോ? കളക്റ്റീവ് വണ്ണായതുകൊണ്ട് മൂന്നായിട്ട് പറയാം. ദൈവം ക്രൈസ്തവരെ സംബന്ധിച്ചോളം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. കർത്താവ് എടുത്തു പറയുന്നു അക്കാര്യം. ഇനി ആദ്യം പറഞ്ഞ ചില ഭാഗങ്ങളിലേക്ക് മടങ്ങി വരാം. പഴയ നിയമത്തിലേക്ക് തന്നെ സാധാരണ നമ്മൾ കേൾക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിൽ 1:26 അതൊക്കെ എല്ലാം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ വഴി വരാഞ്ഞത്. നിങ്ങൾക്കറിയാവുന്ന കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അറിയാവുന്ന എന്തിനാ ആവർത്തിക്കുന്ന, അത് നിങ്ങൾക്കറിയാം. അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. അവിടെയുണ്ട് ബഹുത്വമുണ്ട്, ബഹുത്വമുള്ള ഏകത്വമുണ്ട് അവിടെ. നമ്മുടെ ഇതിനവർ പറയുന്ന മറുപടി ഇത് പൂജക ബഹുവചനം. അതായത് രാജാവ് പറയല്ലോ നാം, പിന്നെ ബാക്കിക്കെല്ലാം നാം എന്നങ്ങ് പറഞ്ഞാൽ പോരെ, ഇവിടെ മാത്രം പറഞ്ഞിട്ട് അങ്ങനെയുള്ളത്. ചിലയിടത്ത് മറഞ്ഞിരിക്കുകയാണ് ട്രിനിറ്റി. ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ട്രിനിറ്റി റിവീൽഡ് അല്ല, ഹിഡനാണ്, മിസ്റ്ററിയാണ്. അതുകൊണ്ടാണ് അവർക്ക് മനസ്സിലാകാത്തത്. ന്യൂ ടെസ്റ്റമെൻറ്റിൽ ട്രിനിറ്റി റിവീൽഡാണ്. അത് ട്രിനിറ്റി മാത്രമല്ല, പഴയ നിയമത്തിൽ റിവീൽഡ് അല്ലാത്ത, റെവലേറ്റ് ചെയ്യാത്ത ഒത്തിരി സംഗതികളുണ്ട്. പഴയ നിയമഭക്തന് പിടികിട്ടാത്ത ഒത്തിരി കാര്യം. ഉദാഹരണം, പിശാച് എന്നത് ഇങ്ങനൊരു ശക്തിയുണ്ടെന്നും പ്രശ്നമുണ്ടെന്നും വിഷയമാണെന്നൊക്കെ അവനറിയാം. പക്ഷെ അവൻ ഇതുവരെ ഒരു സാത്താനെ ശാസിച്ചു വിട്ട ചരിത്രമില്ല. ഭൂതങ്ങളെയൊന്നും പഴയ നിയമക്കാരൻ ആരും ശാസിച്ചു വിട്ടിട്ടില്ല. അതിനൊരു അപവാദം ശൗലിൻ്റെ മേൽ ദുരാത്മാവ്. മനസ്സിലായോ? പുതിയ നിയമം തുടങ്ങുമ്പോഴേ പറയാണ്, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അങ്ങനെ പറഞ്ഞ് ശിഷ്യന്മാർ വരുന്നേ. മത്തായിലുണ്ടെന്നല്ല, പുതിയ നിയമകാലം. ഭൂതങ്ങൾ കീഴടങ്ങുന്നു. അപ്പോൾ യേശു പറഞ്ഞു, ഇതിൽ നിങ്ങൾ ഇത്ര സന്തോഷിക്കാനൊന്നുമില്ല, ഭൂതം കീഴടങ്ങട്ടെ. സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയതിലാണ് സന്തോഷിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ എന്താ പറഞ്ഞേ? ഈ പിശാച്, ഭൂതം എന്നിവ അവിടെയുള്ള മനുഷ്യർക്ക് കീഴടങ്ങിയില്ല. യേശുവിൻ്റെ സാന്നിധ്യം വന്നപ്പോൾ കീഴടങ്ങാൻ കാരണം വളരെ എളുപ്പമാണ്. നമ്മൾ ശാസിച്ചാലും ഭൂതം പോവും. എന്നോടൊരാൾ ചോദിച്ചു, എത്ര ഭൂതത്തെ ശാസിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതിപ്പോൾ ഇളകാതെ നമുക്ക് ശാസിക്കാൻ പറ്റുമോ? ഒരാൾ പറഞ്ഞു, ഞങ്ങളൊക്കെ ചെല്ലുന്നിടത്ത് ഇത് ഇളകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊരു ശരിയായ കാര്യമാണ്. കാരണം ഇപ്പം ഇവിടെ മുഖ്യമന്ത്രി വരുന്നു, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെ ഇളകും, മറ്റാരും ഇളകുകയല്ല. ഉമ്മൻചാണ്ടി വരുന്നു, കോൺഗ്രസ്സുകാരൊക്കെ ഇളകും. മറ്റുള്ളവർക്ക് ആ ഉമ്മൻചാണ്ടി വന്നിട്ട് പോയി. മനസ്സിലായില്ലേ? അത് നിങ്ങൾ പറഞ്ഞ ശരിയാണ്. എനിക്കതിനകത്ത് തർക്കമൊന്നുമില്ല. അവരിളകി എന്ന കാര്യത്തിൽ അതൊക്കെ, അത് ഞാൻ സമ്മതിച്ചു, വിട്ടേക്ക്. ചുരുക്കി പറഞ്ഞാൽ ഭൂതത്തെ ശാസിച്ചു. ഭൂതപ്രേത പിശാചുക്കൾ മാറാൻ കാരണം എന്താണെന്നറിയണ്ടേ? കർത്താവ് പറഞ്ഞെടുത്തു, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി എന്നാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾ ശാസിച്ചാൽ ഇവൻ ഓടും. പിടികിട്ടിയോ? ഇതും കഴിഞ്ഞിട്ടും ഈ പിശാചിനെ പൂർണ്ണമായും നമുക്ക് പിടികിട്ടില്ല. ശാസിച്ച് വിടുന്നുണ്ട്, ഇത് എന്താണെന്നൊന്നും അറിയില്ല. ഇന്നും വലിയ അറിവ് നമുക്കില്ല. ഉണ്ടോ? സാത്താനെ പറ്റി വലിയൊരു അറിവുണ്ടോ നമുക്ക്? ഉണ്ടോ? ഇല്ല, സമ്മതിക്കത്. കാരണം അതിൻ്റെ വിഷയം നമ്മളിപ്പോൾ ഇതറിഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് അല്ലത്. ഈ അറിവ് നമുക്കുണ്ടാകണോ? സാത്താൻ്റെ ആഴങ്ങൾ നമ്മൾ പോയി അറിയേണ്ട ഒരു കാര്യമില്ല. അവനെതിലേ പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ചങ്ങല വലിക്കുന്നു, അവനെ ഉപദ്രവിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഴയുമ്പോഴാണ് സാത്താന് തന്നെ മനസ്സിലാകുന്നു ഇത്രയൊക്കെ കഴിവാനുണ്ടല്ലോ. അവനൊരു ആത്മധൈര്യമൊക്കെ നമ്മൾ പലപ്പോഴും പകർന്നു കൊടുക്കാറുണ്ട്. ചില നമ്മൾ പറയാറുണ്ട്, അവിടുത്തെ ശക്തി എന്താണെന്നറിയോ? ഇതിപ്പോൾ നമ്മളെന്തിനാണ് അറിയുന്നത് അവിടുത്തെ ശക്തി എന്തിനാന്ന്? ഇതിൻ്റെ കാരണം ദൈവം നമ്മളെ ഈ കാര്യമൊന്നും അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവൻ്റെ ശക്തി എന്താണെന്നൊന്നും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ ദൈവം അറിയിക്കുള്ളൂ. പക്ഷേ സാത്താനെ പൂർണ്ണമായി ഏകദേശം അറിയേണ്ട വിധത്തിൽ
മനുഷ്യന് വേണ്ട നിലയിലെ അറിവ് തന്നുകൊണ്ടാണ് ബൈബിൾ ക്ലോസ് ചെയ്യുന്നത്. വെളിപ്പാടിലുണ്ട്. ഞാനതിലേക്കൊന്ന് വരാം. വിഷയം വിട്ടുപോകല്ലേ. പഴയ നിയമത്തിൽ മിസ്റ്ററിയാണെന്നും പുതുനിയമം അതിനെ ആവശ്യമുള്ളതിനെ വെളിപ്പെടുത്തുന്നെന്നും പറയാനാണ്. അതിനൊരു തെളിവായി തെളിപ്പോയ. അതായത് ഈ സാത്താൻ എന്ന പദം ബൈബിളിൽ ആദ്യം കാണുന്നത് ഏത് പുസ്തകത്തിലാണ്? ധൈര്യമായിട്ട് പറഞ്ഞോ. ഒന്നും മിണ്ടുന്നില്ല ഇന്നത്തെ പോലെ അല്ലേ. സാത്താൻ എന്ന പദം ബൈബിളിൽ ഏത് പുസ്തകത്തിലാണ്? റെഫറൻസ് ഒന്നും വേണ്ടെന്ന. ഉൽപ്പത്തി സാത്താനെന്ന് കാണിച്ചാൽ 10,000 ഉറുപ്പ്യ തരാം. പിന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്ന ഒരു തോറ്റുപോയാൽ 1000 ഉറുപ്പ്യ എനിക്ക് തരണം. ഏതായാലും ഒരു പ്രോഗ്രാം അല്ലേ, അതിനൊരു അല്ലേ. ഇനി അടുത്ത് അതാണ് ഉൽപ്പത്തിയിൽ. ഇത് എവിടാന്നാ ചോദിച്ചേ? ഒരു കാര്യം ഉറപ്പിച്ചു, ഉൽപ്പത്തിയിൽ ഇങ്ങനൊരു സാധനം ഇല്ല. ആദ്യം കാണുന്ന ചോദിച്ചേ, ആദ്യം കാണുന്നത് നിങ്ങൾ എത്ര തപ്പിയാൽ ഇപ്പോൾ കിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞോളാം. യോബിലാണോ എന്ന് ചോദിക്കുന്നില്ല. എന്തർത്ഥം? അത് ആദ്യം കാണുന്നത് മലയാളത്തിൽ കിട്ടത്തില്ല എങ്കിലും പറഞ്ഞുവിടാം. സംഖ്യാപുസ്തകം 22:22 റെഫറൻസ് ഓർക്കാൻ എളുപ്പ. നമ്പേഴ്സ് 22:22. അവിടെ കിടക്കുന്നത് യഹോവയുടെ ദൂതൻ പ്രതിയോഗിയായി നിന്നു. പ്രതിയോഗി ഹീബ്രുവിൽ കിടക്കുന്നു. യഹോവയുടെ ദൂതൻ സാത്താനായി നിന്നു. ദൈവത്തിൻ്റെ ദൂതൻ സാത്താനായിട്ട് നിന്നു. മറ്റേ നമ്മുടെ കക്ഷിയുണ്ടല്ലോ, ബിലയാം, കഴുതയുടെ വിഷയമാണ്. അവിടെ നിന്നു. യജമാനന് നേരെ ഒരു കഴുത എന്നിട്ട് ചോദിക്കുക, ഞാൻ നിൻ്റെ കഴുതയല്ല അല്ലേ? ഇത്രയും നാൾ ഞാൻ ജോലി ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ സത്യത്തിൽ ഈ വിപ്ലവം തുടങ്ങുന്ന അവിടുന്ന്, തൊഴിലാളി വർഗ വിപ്ലവം തുടങ്ങുന്നതിനൊരു കഴുതയാണ്. മനസ്സിലായില്ലേ? യജമാനന് നേരെ ആദ്യത്തെ കമ്മ്യൂണിസം തുടങ്ങുന്ന അവിടുന്നാണ്. പുള്ളി ചോദിച്ചു, അങ്ങനെയാ? അല്ല, കാൽമാശമൊന്നുമല്ല. ഏതായാലും ഇവിടെ പറയുന്നത് പ്രതിയോഗി എന്നൊരു പദമാണ്. സാത്താൻ ആക്ച്വലി സാത്താൻ എന്നൊരാളുടെ പേരല്ല. ആ പദത്തിൻ്റെ അർത്ഥം തടസ്സം നിൽക്കുന്ന ആൾ, പ്രതിയോഗി. മലയാളമല്ല, ഇത് ഹീബ്രു പദമാണ് സാത്താൻ. മലയാളത്തിലും അതങ്ങനെ തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി പിശാച് എന്നൊരു പദം മുഴുവൻ പഴയ നിയമത്തിലും ഇല്ല. അത് പുതിയ നിയമത്തിലേ ഉള്ളൂ. മത്തായി 4:1. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കേണ്ടതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഗ്രീക്കിൽ ഡയോബോലസ് ഇതർത്ഥം. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഡയോബോലസ്. ഡയോബോലസ് അഥവാ പിശാച് എന്ന് പറഞ്ഞാൽ അതിനും അർത്ഥമുണ്ട്. അപവാദി, ദൂഷകൻ, കുറ്റം പറയുന്നവൻ, ഇങ്ങനെയൊക്കെയാണ്. അപ്പോഴത്തെ തടസ്സം നിൽക്കുന്നവൻ, അതൊരു ദൂതനെയാണ് പറഞ്ഞത്. കുഴപ്പമില്ലാത്തൊരു ദൂതനെയാണ് വിളിച്ചത്. എന്തിനാണ് വിളിച്ചെന്നറിയണ്ടേ? ഒരു പ്രവൃത്തിക്കവൻ തടസ്സം നിൽക്കുന്നു. പിന്നീട് നന്മപ്രവൃത്തികൾക്ക് മുഴുവൻ തടസ്സമുണ്ടാക്കുന്നയാൾ, ബന്ധിക്കുന്നയാൾ എന്ന അർത്ഥത്തിൽ ആ പേരവൻ അങ്ങ് പതിച്ചു കൊടുത്തു. ഇപ്പം മനസ്സിലായോ? അവൻ്റെ സ്വന്തം പേരായിട്ടത് മാറി. അങ്ങനെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പിശാച് എന്നും പഴയ നിയമത്തിൽ സാത്താൻ എന്നും. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഭാഗം ശരിയാകും. പിശാചും സാത്താനുമായ പഴയ പാമ്പ് ഉൽപ്പത്തിയിലുണ്ട്. മനസ്സിലായ കണക്ഷൻ? അപ്പോൾ ഉൽപ്പത്തി കണ്ടത് പൂർണ്ണ ചിത്രമല്ല, ഒരല്പം പറഞ്ഞു ഇങ്ങനെ ആളുണ്ട്. സംഖ്യയിലേക്ക് വരുമ്പോൾ കുറെ കൂടെ വ്യക്തമായി. യേശുവിൻ്റെ കാലത്ത് കുറെ കൂടി വ്യക്തമായി. ബൈബിൾ അവസാന കൃതി തയ്യാറാക്കുമ്പോൾ പിശാചും സാത്താനും എന്ന പഴയ പാമ്പ് ആ വ്യക്തിത്വത്തെ കണ്ടു. വെളിപ്പാട് 13 എത്തുമ്പോൾ അവനെ ഘടനാപരമായി തിരിച്ചറിയാൻ പറ്റി. കാരണം അതൊരു വ്യക്തിയല്ല. ആ വ്യക്തിയോട് ചേർന്ന് ലൂസിഫർ എന്നൊരു ശക്തിയുണ്ട്, അല്ലെങ്കിൽ പാമ്പ്. ആ വ്യക്തിയോട് ചേർന്ന് കള്ളപ്രവാചകൻ എന്നൊരു ശക്തിയുണ്ട്. മൂന്നാമത് ആൻഡക്രൈസ്റ്റ് അഥവാ എതിർ ക്രിസ്തു എന്നൊരാളുണ്ട്. അപ്പോൾ ദൈവത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന നിലയിൽ ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാചിൽ
ലൂസിഫർ, കള്ളപ്രവാചകൻ, പിന്നെ ആൻറ്റക്രൈസ്റ്റ്. ലൂസിഫർ പിതാവിനെ അനുകരിക്കാൻ ശ്രമിച്ച് പരാജയമടയുമ്പോൾ ഇത് ക്രിസ്തുവിനെ അനുകരിച്ച് പരാജയമടയുന്നു. കള്ളപ്രവാചകൻ പരിശുദ്ധാത്മാവിന് ഇമിറ്റേഷണലായിട്ടുള്ള അല്ലെങ്കിൽ പതിപ്പുകൾ ഉണ്ടാക്കി ജനത്തെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ സാത്താനെയും പ്രവർത്തന പദ്ധതിയെയും നമ്മൾ പൂർണ്ണമായി തിരിച്ചറിയുന്നത് പുതിയ നിയമത്തിലാണ്. ഇതിൻ്റെ അർത്ഥം പഴയ നിയമത്തിൽ പറഞ്ഞ പല കാര്യങ്ങളുടെ പൂർണ്ണത നമുക്ക് ലഭിക്കുന്നത് പുതിയ നിയമത്തിൽ നിന്നാണ്. ഇത് പറയാനാണ്. ഈ സാത്താൻ്റെ എക്സാമ്പിൾ മനസ്സിലായല്ലോ. ഇനിയുണ്ടോ ഇങ്ങനത്തെ ഒരു കാര്യം? എതിർ ക്രിസ്തു ഒരു മർമ്മമായിരുന്നു, ഇപ്പോഴും മർമ്മമാണ്. ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. നമ്മൾ ഈ പറയുന്നതൊക്കെ ഉള്ളൂ, ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. അവൻ വെളിപ്പെട്ടോ? ഇന്നാളാ എതിർ ക്രിസ്തു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള ഇത്. പിന്നെ 666 ഒക്കെ വെച്ച് കണക്ക് കൂട്ടി ആരെങ്കിലും തലമണ്ടയ്ക്ക് അടിക്കുക. ഞാൻ ദിവസം ഇരുന്ന് ഈ മിക്ക സഭകളുടെയും ലീഡർമാരുടെ പേരെടുത്തിട്ട് കണക്ക് കൂട്ടിയപ്പോൾ മിക്കവാറുമൊക്കെ 666. ഞാൻ പിന്നെ പേടിച്ചതങ്ങ് നിർത്തി. വേണ്ടാന്ന് വെച്ചു ഈ കണക്ക്, പോട്ടെന്ന് വെച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്ത് വലിയ അർത്ഥമില്ല. കാരണം നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ല ഇന്നാരാന്ന്. നമ്മളിതിലേ പറയുക ഇന്നാരാ അവരാ ഇവരാ, അത്രേ പറയാൻ പറ്റൂ. പറയാൻ പറ്റില്ല. അത് വെളിപ്പെട്ട് വരും ഒരു ദിവസം ഇതാരായിരുന്നു എന്ന്. മഹദിയാം ബാബിലോൺ ആര് അഭ്യൂഹം പറയാനേ പറ്റൂ, ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. യോഹന്നാൻ അവളെ കണ്ട് ആശ്ചര്യപ്പെട്ടു. അയ്യോ നീ ആയിരുന്നോ? പ്രതീക്ഷിക്കാത്ത ആളാണെന്ന്. അതിന് ആശ്ചര്യം. പ്രതീക്ഷിക്കുന്ന ആളിൽ നിന്ന് സംഭവിച്ച ആശ്ചര്യം വരത്തില്ല. ശരിയല്ലേ? അപ്പോൾ പറഞ്ഞത് അതും മാറ്റി വച്ചിരിക്കുക എന്നതുപോലെ ഓൾഡ് ടെസ്റ്റമെൻ്റ് സെയിൻസിന് മറഞ്ഞിരുന്നു ട്രിനിറ്റി. പക്ഷെ സൂചന കിടപ്പുണ്ട് അവിടെ ഇഷ്ടം പോലെ. അത്രയും മനസ്സിലായോ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്നോട് ചോദിക്കുക, ആരാണ് ട്രിനിറ്റി പുതു നിയമത്തിൽ പറഞ്ഞത്? യേശുവാണ്. യോഹന്നാൻ 14 നിങ്ങൾ വായിച്ചെങ്കിൽ അത് കൃത്യം മനസ്സിലാവും. ഇനി യോഹന്നാൻ്റെ ലേഖനം 14-ാം അധ്യായത്തിൽ പിതാവിനെപ്പറ്റി, പുത്രനെപ്പറ്റി, പരിശുദ്ധാത്മാവിനെപ്പറ്റി പറയുന്നു. ഇവിടെ ഞാൻ പോയ ശേഷം, അപ്പം ഞാനുണ്ട്, സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ, ആർട്ടിക്കിൾ മാറി, മറ്റൊരു കാര്യസ്ഥനെ പിതാവ് അയച്ചു തരും. പിതാവും വന്നു, പുത്രനും വന്നു, പരിശുദ്ധാത്മാവും വന്നു. ഉൽപ്പത്തി മുതലെടുത്താൽ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സമന്വയിക്കുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ കാണാം. ഇതോടെ ചോദ്യം, യാഹ്വേ അഥവാ യഹോവ എന്ന് പഴയ നിയമത്തിൽ വിളിച്ചിരിക്കുന്നത് ആരെ? യേശു യഹോവയല്ല ഒന്നാണോ? ഈ ചോദ്യം വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഉത്തരം കാര്യമായി തന്നെ പറയണം. ശ്രദ്ധിക്കുക. യഹോവ എന്ന പേര് പിതാവിന് യോജിക്കും, സംശയമൊന്നുമില്ല. ആർക്കും ആ കാര്യത്തിൽ സംശയമില്ല. പുത്രന് യോജിക്കുമോ? യോജിക്കും, സംശയം വേണ്ട. കാരണം യേശുവിൻ്റെ പേര് തന്നെ യാഹുവേ യാശുവയാണ്. യഹോവ രക്ഷകൻ, യാഹുവേ യാശുവ, യഹോശുവയാണ് ശരിക്കും നമ്മുടെ കർത്താവ്. യോശുവ എന്നതും യഹോശുവ എന്നതും ഒരു പേരാണ്. അത് ഏതാണ്ട് ശരിയായി പറയുന്നത് മലയാള ഭാഷയിലാണ്. യേശു ഒട്ടും വഴങ്ങാത്ത സായിപ്പ് ജീസസ് എന്ന് വിളിച്ചെന്നേ ഉള്ളൂ. യഹോശുവയാണ് ശരി. യഹോവ രക്ഷകൻ. പരിശുദ്ധന്മാരാ? യാഹുവേ റൂഹ, യഹോവയുടെ റൂഹയാണ്. യാഹുവേ യഹോശുവ, യാഹുവേ റൂഹ. ഇത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും യോജിക്കും. എന്നാൽ ഇതാരെക്കുറിച്ച് പറയുന്നു എന്നറിയാൻ സന്ദർഭം നോക്കണം. അപ്പോൾ തത്വത്തിൽ ദൈവമെന്നാൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യഹോവയാണ്. ആ യഹോവ പിതാവായി, യഹോശുവയായി, യഹോവ റൂഹയായി 3 നിലകളിൽ സത്യദൈവത്തിൻ്റെ കൃത്യമായ ആളത്വങ്ങളുടെ വിന്യാസം നമുക്ക് ചരിത്രത്തിൽ കാണാം. അപ്പോൾ യഹോവ റൂഹയായിട്ട് ഇടപെടുന്നു, യഹോവ പുത്രനായിട്ട് സംസാരിക്കുന്നു, യഹോവ പിതാവായി നിൽക്കുന്നു. ഇതിനൊരിക്കലും മാറ്റം വരില്ല, ഒരു നിമിഷവും മാറ്റം വരത്തില്ല. എക്കാലത്തും ഇതിങ്ങനെ ആയിരിക്കും, നിത്യതയിലും ഇങ്ങനെ ആയിരിക്കും, ഒരു മാറ്റമില്ല. ഇനി യഹോവ എന്ന് പുത്രനെ വിളിച്ചതിന് തെളിവാണോ?
യഹോവ റൂഹാന്ന് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളുടെ യെശയ്യാപ്രവചനം 9:7-14 മുതലൊന്ന് വായിച്ചിട്ട്. ഇത് റെഫറൻസ് എല്ലാം ഓർക്കാൻ എളുപ്പമല്ലേ. 7:14 ഇരട്ടിയാണ്. ആ ആ ആ ആ മതി. അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ എന്താ? സർവശക്തൻ നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, എല്ലാം സെയിമാണ്. സർവശക്തൻ, ദൈവം നമ്മോട് കൂടെ, ആ പേരാണ് ക്രിസ്തുവിൻ്റെ. പിന്നെ നമുക്കറിയാം അവൻ അത്ഭുത ആലോചനക്കാരൻ, അത്ഭുത മന്ത്രി എന്നൊരു പരിഭാഷയുണ്ട്, അതത്ര ശരിയല്ല. വണ്ടർഫുൾ കൗൺസിലറാണ്. അടുത്തത് വീരനാം ദൈവം, ഗഥോൽ എന്നൊരു ഹീബ്രു പദം. ഗഥോലാണ്, സർവശക്തനാണ്. ഇനി നിത്യപിതാവെന്നല്ല ശരി പരിഭാഷ, നിത്യതയുടെ പിതാവ്. ഓക്കെ, ഫാദർ ഓഫ് ഇറ്റേണിറ്റി. ഇറ്റേണൽ ഫാദർ അല്ല, ഫാദർ ഓഫ് ഇറ്റേണിറ്റി, നിത്യതയുടെ പിതാവ്. ഇങ്ങനെയൊക്കെയുള്ള ദൈവപുത്രൻ മനുഷ്യനായി ഈ ലോകത്തിൽ വന്നു. ഇവിടെ ഒരു കാര്യം പഠിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കർത്താവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്ന ആളുകളുണ്ട്. ആ കൂടെ എഴുതിക്കോ, യേശുവിൻ്റെ ദൈവത്വത്തിന് തെളിവ് വേണമെങ്കിൽ അതും കൂടെ യേശു ദൈവമാണെന്ന് പറഞ്ഞു. ഒരു ചോദ്യമാണ് പലപ്പോഴും നമ്മളോട് മുസ്ലിം സഹോദരന്മാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇപ്പോൾ യേശു ദൈവമാണോ എന്ന് പറഞ്ഞോ എന്നൊരു ചോദ്യം ലോജിക്കലല്ല. ആണോ അല്ലയോ എന്ന് ഞാൻ പറയാം. ആ ചോദ്യം ലോജിക്കലല്ല. പറഞ്ഞാൽ ഒരാൾ ദൈവമാവുമോ? ഒരാൾ പറയാം ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞാൽ ദൈവമാകുമോ? ദൈവം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ദൈവം അല്ലാതാവുമോ? അപ്പോൾ അത് ലോജിക്കല്ല. ഇനി അതിനെ എടുക്കാം, മുഖവിലേക്ക് എടുക്കാം. യേശുവിനെ പറ്റുള്ള തിരുവെഴുത്തിൻ്റെ വചനങ്ങൾ പഠിച്ചാൽ അവിടെ കൃത്യം എഴുതിയിരിക്കുന്നു യേശു ദൈവമാണ്. യോഹന്നാൻ 1:1 വളരെ ശക്തമായൊരു തെളിവാണ്. അങ്ങനല്ലേ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു. നമുക്ക് കൺഫ്യൂഷൻ ഇല്ല, പക്ഷേ ഇവർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം നമുക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉള്ളത് കൊണ്ട് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം സമം ദൈവം. അടുത്ത വാക്യം ഇവർക്ക് തെറ്റിപ്പോവും. ദൈവം ദൈവത്തോടുകൂടെ ആയിരുന്നാണോ? ശരിയാകുമോ? ദൈവം ദൈവത്തോടുകൂടെ എന്ന് പറഞ്ഞാൽ നമുക്ക്, കാരണം ഗോഡ് ദ ഫാദർ വിത്ത് ഗോഡ് ദ സൺ, അല്ലെ ഗോഡ് ദ സൺ വിത്ത് ഗോഡ് ദ ഫാദർ. ട്രിനിറ്ററിമാർക്ക് എളുപ്പമാണ് ആ വചനം. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്, ട്രിനിറ്റി ഈസ് ബിബ്ലിക്കൽ. അത് വേദപുസ്തകപരമാണ്. ക്രിസ്ത്യാനിറ്റിയുടെ ഫെയ്ത്ത് അങ്ങനെയാണ്. അതിൻ്റെ ആധാരം ഇത്തരം വാക്യങ്ങളാണ്. ഇനിയും യേശുവിൻ്റെ ദൈവത്വത്തിന് സുശക്തമായൊരു തെളിവ് പറയാം. ഒരാൾ 9:5 റോമർ എടുത്ത് വെച്ചോളൂ. റോമർ 9:5. ഇനി മറ്റൊരാൾ തീത്തോസ് 2:14 എടുത്ത് വെച്ചോളൂ. 11, 12. തീത്തോസ് 2:12 എടുത്ത് വെച്ചോളൂ. അപ്പോൾ 9:5 വായിച്ചായിട്ട്. ആ ആ ആ മതി. ഇതിപ്പോൾ എന്താ തെളിവ് വേണ്ടേ? പത്രോസ് പറയാണ്, ഷെയ്ൻ പോൾ പറയാണ്, ജഡപ്രകാരം ക്രിസ്തുവും ഇസ്രയേലിൽ നിന്ന് അവൻ സകലത്തിനും മീതെ ദൈവമായി വാഴ്ത്തപ്പെട്ടവൻ. ഇനി തീത്തോസ് 2:12 ആണോ വായിച്ച്? ആ ആ ആ മതി മതി മതി. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു, മെഗാത്തയോസ് ഗ്രീക്കിൽ കിടക്കുന്നു, മെഗാത്തയോസായ നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. ഇനിയും വാക്യം വേണോ? 5:21 1 യോഹന്നാൻ വായിച്ചോളൂ.
5-20 20 ആ ആ അവിടെ രണ്ടായിട്ട് കിടക്കുന്നു. ദൈവപുത്രൻ വന്നു എന്തിനാ? സത്യദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നു. ആ ആ ആ ആ നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ ആകുന്നു. പിന്നെ ആ ഇതിപ്പോ എന്താ തെളിവ് വേണ്ടേ? ക്രൈസ്തവനുള്ള തെളിവാ ഞാൻ പറഞ്ഞേ, ദൈവമക്കൾക്കുള്ള തെളിവാ പറഞ്ഞേ. സത്യദൈവവും നിത്യജീവനുമാകുന്നു. അപ്പോൾ ഇനി നമുക്ക് സംശയം വരുന്ന ചില സ്ഥലങ്ങളിലേക്ക് പോവാണ്. അത് ട്രിനിറ്റേറിയൻ ആ സംശയം വരത്തില്ല, ബാക്കി ആൾക്കാർക്ക് ഉണ്ടാവും ആ സംശയം. കാരണം അവർക്ക് ട്രിനിറ്റി അറിയാമെങ്കിലേ ഈ വാക്യങ്ങൾ എഡ്ജ് ചെയ്ത് നിൽക്കുന്ന ഈ വചനങ്ങളെ പൂരിപ്പിക്കാൻ പറ്റുമോ. വേറെ ഒരു ഡോക്ടറിനോട് ഫലപ്രദമല്ല. അതിലേക്ക് വരാം. ഇനി തരാം ഒരെണ്ണം കൂടെ ഓർത്തോണ്ടാവും പറയാം. റവണസ് പിന്നെ തരാം, എൻ്റെ ഓർമ്മയെന്നാണ് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവ് നമ്മുടെ തോമസുമായിട്ട് കൂടിക്കണ്ടു. അറിയാമല്ലോ, പുള്ളി അതിന് മുമ്പ് ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് നിൽക്കുക തോമാച്ചൻ. എന്തായിരുന്നു കാര്യമൊക്കെ ശരിയാ. കഴിഞ്ഞ ആഴ്ച നമ്മൾ അപ്പമൊക്കെ കഴിച്ചു, അത് വർദ്ധിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാ, കടലും മീതെ നടക്കുന്നതൊക്കെ കണ്ടതാണെങ്കിലും ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്തെന്നാ, അങ്ങനെയും കൂടെ ഒരാൾ ഉണ്ടായി നന്നായി. അതുകൊണ്ട് നമുക്ക് ഉറപ്പായി അങ്ങനെ ഒരുത്തന്നെ ഒരു യുക്തിവാദി ആ കൂടിയത് നന്നായില്ലേ. ആ അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ് മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ സംശയം നിൽക്കുകയോ, ഞാൻ അവിടെ ഉണ്ട്. ആണിപ്പോഴതൊക്കെ കാണിച്ചു. അവനാകപ്പാടെ അങ്ങ് ഇച്ഛാഭംഗം വന്നിട്ട് ഒരു വിളിയും, യേശുവിനെ ഒരു വിളി വിളിക്കുന്നുണ്ട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അങ്ങനല്ലേ? ഞാനിത് ക്രിസ്ത്യാനിറ്റി വിട്ടുപോയ ഇസ്ലാം മതം സ്വീകരിച്ച ഒരു സഹോദരൻ മുഹമ്മദ് ഈസയോട്, പുള്ളിയുടെ പഴയ പേര് ലാസർ യോഹന്നാൻ എന്നാണ്, മുഹമ്മദ് ഈസയായിട്ട് ഒരു സംഭാഷണം നടന്നു. വർഷങ്ങൾക്കപ്പുറത്താണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു തന്ത്രമുണ്ട്. ആരെങ്കിലും സംസാരിക്കാൻ ചെന്നാൽ ഈ ഖുർആൻ സംസാരിക്കുകയില്ല. അന്നേരം പറയും, എനിക്ക് ഖുർആൻ വലിയ പിടിയില്ല, ബൈബിൾ സംബന്ധിച്ചാണ് സംസാരിക്കുക. എന്നിട്ട് ആളുകളെ ചിന്താക്കുഴപ്പമുണ്ടാക്കാൻ ഇങ്ങനെ വാക്യങ്ങളെടുത്ത് പെട്ടെന്ന് വിശ്വാസികളുടെ മുമ്പിൽ പറയും. അവർക്കപ്പോൾ അറിയില്ല, അപ്പാടെ ഇതാവും. ഇദ്ദേഹത്തെപ്പറ്റി എന്നോട് പറഞ്ഞൊരാൾ പറഞ്ഞു, ഇതാണ് തന്ത്രം. അപ്പം ഞാനവിടെ ചെന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ബൈബിൾ വലിയ പിടിയില്ല, ഞാൻ നവാഗതനാ, ചോദിച്ചാൽ മറുപടി പറയാനുള്ളൊരു റാണിയൊന്നും എനിക്കില്ല, പക്ഷേ എനിക്ക് ഇതിനെപ്പറ്റി കുറേ സംശയമുണ്ട്, പറഞ്ഞു തരുമോയെന്ന് വെച്ചു. അത് പറ്റില്ല, അടവ് കൈവച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ ബൈബിൾ പറയാം, എനിക്ക് അറിയത്തില്ലല്ലോ. കുറേയൊക്കെ ഞാൻ സംസാരിച്ചിട്ട് അവസാനം ഈ വിഷയം എടുത്തു. പുള്ളിയൊരു തന്ത്രം, നമ്മളൊരു വചനം ഇങ്ങോട്ട് കൊണ്ടുവരും, പുള്ളി അതിനൊരു വ്യാഖ്യാനം പറയും. ഞാൻ പറഞ്ഞു, ഞാൻ ആ വ്യാഖ്യാനം സ്വീകരിക്കാം, പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഞാൻ ഖുറാനിലെ ഒരു വചനം എടുത്തിട്ട് ഞാൻ വ്യാഖ്യാനിക്കും, അപ്പം നിങ്ങൾ കേൾക്കേണ്ടി വരും, അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അത് പറ്റിയല്ല, ഞാൻ ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ. കാരണം ബൈബിൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് നിങ്ങളല്ല, ഞാനാണ്. ഖുറാൻ ഞാനും അല്ല, നിങ്ങളാണ്. നിങ്ങളെന്ത് ചെയ്യുന്നത്? ബൈബിളിൽ ഇല്ലാത്ത ഒരർത്ഥം അതിന് മെനഞ്ഞിട്ട് പാവപ്പെട്ട ഒരു വിശ്വാസിയുടെ തലയിൽ വെച്ച് തരിക, അവൻ കൺഫ്യൂഷൻ ഉണ്ടായി പോവുക. അപ്പം അതുകൊണ്ട് നിങ്ങളല്ല ഇൻ്റർപ്രറ്റ് ചെയ്യണ്ടേ, അതിന് ബൈബിൾ സ്കോളേഴ്സ് ഉണ്ട്, അവരല്ലേ ക്രിസ്ത്യൻസാണ് ഇൻ്റർപ്രറ്റ് ചെയ്യണ്ടേ. നിങ്ങൾക്ക് സംശയിക്കാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, നോ പ്രോബ്ലം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കേട്ടിരുന്നു. അവസാനം ഈ ഭാഗം പുള്ളി എടുത്തു, ഞാൻ എടുത്തിട്ടു യേശുവിൻ്റെ ദൈവത്വത്തിന്. പുള്ളിയെല്ലാം കേട്ടിട്ട് വ്യാഖ്യാനം പറയാൻ തുടങ്ങാം. അപ്പോൾ ഇവരാളുകൾ ഇങ്ങനെ ഇരിപ്പുണ്ട്, ഞാനിപ്പോൾ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കില്ലേ നിങ്ങൾ, അവർ കാണുന്നതിലും പ്രശ്നമില്ല, ഇത് പിണങ്ങിയൊന്നും പറയുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇവരുടെ കൂടെ സൗരന്മാരെല്ലാം ഉണ്ട്, ഞങ്ങളും ഉണ്ട്, ഞങ്ങൾ 2-3 പേരേ ഉള്ളൂ. എന്നോട് കൂടെ നമ്മുടെ സിജോ ജോസഫാണ് ഇത് സംബന്ധിച്ച് ചിലപ്പം സ്റ്റഫുള്ള ഒരാൾ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, പറയാം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യനായ തോമസിൻ്റെ അടുത്തെത്തി. അപ്പം തോമസ് പ്രതീക്ഷിക്കാത്തൊരു കാഴ്ച കാണുക. ഒരിക്കലും ഇതൊന്നും സംഭവിക്കുകയില്ലെന്ന് കരുതിയ സ്ഥാനത്ത് ദാ നിൽക്കുന്നു യേശു. അപ്പോൾ ആകപ്പാടെ അസ്റ്റോണിഷ്ഡ്, ആകപ്പാടെ എന്താ പറയുക, അതിന് അത്ഭുതവരതനായി ഈ കാഴ്ച കണ്ടിട്ട് മുകളിലേക്ക് നോക്കി വിളിച്ചു, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ. ഇയാളിനെ അല്ലെന്ന് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് നമുക്ക് സമ്മതിക്കാം, എന്താ കുഴപ്പം? അതില്ലെങ്കിലും വേറെ വാക്യത്തിൽ പോകാമല്ലോ അല്ലേ? ഇനി അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ആയിപ്പോൾ ഒരുത്തൻ വ്യാഖ്യാനിക്കുന്നെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുന്ന അങ്ങനെ ആയിരിക്കട്ടെ.
പക്ഷെ നമുക്കിപ്പോൾ നിർത്താം. കാരണം ചർച്ച ക്ലോസായി. കാരണം നിങ്ങൾ മുസ്ലിം അല്ലാതായി. കാരണം ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ വിശ്വാസമാണ് യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന്. ഇപ്പോൾ നിങ്ങൾ സമ്മതിച്ചല്ലോ, മതി. അല്ല, പിടികിട്ടിയില്ല. ഒരു മുസ്ലിം വിശ്വസിക്കുന്ന യേശു ക്രൂശിക്കപ്പെട്ടിട്ടുമില്ല, അതുകൊണ്ട് തന്നെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. പക്ഷെ നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞേ? ഉയർത്തെഴുന്നേറ്റ് യേശു തോമസിൻ്റെ മുമ്പിൽ വന്നപ്പോൾ തോമസ് അത്ഭുതപരതന്ത്രനായി. അതുകൊണ്ട് റൂട്ട് മാറ്റി പിടിക്കാൻ നോക്കാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? ഇവർ തന്നെ എന്ന് ഗണിപ്പെടും. നമ്മുടെ കഴിവല്ല, അതാ ഈ തിരുവഴുത്തിൻ്റെ ശക്തി. ഈ സെയിൻറ്റ് പോളിനൊക്കെ ഇട്ട തടവറകൾ കാണുക. ഞാൻ ഈ ലോകസഞ്ചാരം നടത്തിയ കഥകളൊന്നും പ്രസംഗിക്കുമ്പോൾ പറയാറില്ല. പറയുന്നത് മോശമായിട്ടൊന്നുമല്ല, ഏതാണ്ടൊരു അപാകത പോലെ. ഞാൻ ടെക്സാസിലായിരുന്നപ്പോൾ കേട്ട് കേട്ട് മടുത്തുകൊണ്ടൊരു നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ. ഞാൻ ദുബൈയിലായിരുന്നപ്പോൾ, ദുബൈയിലായിരുന്നു എന്നുള്ളൊരു ശരി, അവിടുന്ന് പോരാൻ പെട്ട പാടൊക്കെ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇതുകൊണ്ട് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അല്ല, അത് പറയുന്നവരെ മോശമായിട്ട് പറഞ്ഞല്ല. ഇവിടെ ചെന്നാലും ഇത് കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്നവൻ്റെ ഒരു ബുദ്ധിമുട്ട് പോലെ. ഈ പറയുന്നവന് ബുദ്ധിമുട്ടില്ലെങ്കിലും പിന്നെ ഈ കാലത്ത് ഇതുവല്ലം വലിയ കാര്യമാണ്. എത്രയോ പേര് ഇവിടെയൊക്കെ പോകുന്നു, വലിയ കാര്യമല്ല. അതുകൊണ്ടാണ്. എങ്കിലും ഈ അപ്പോസ്തലൻ കിടന്ന സ്ഥലങ്ങൾ നേരിട്ട് കാണാൻ അവസരമുണ്ടായി. ഹൃദയം തകരുന്നൊരു അനുഭവം. മിക്കവാറും ഈ ജയിലുകൾ ഗുഹകളാണ്. ആ ഗുഹയ്ക്ക് പാതി വരെ വരുമ്പോൾ അഴികൾ, ഗുഹയ്ക്കകത്ത് കയറാം. ഗുഹ എന്ന് പറയുമ്പോൾ വലിയ ഇതാണ് സങ്കല്പം. നമ്മുടെ മനസ്സിരിക്കുന്ന ഇരുട്ട് കൂടൊന്നുമല്ല. ചുണ്ണാമ്പ് കല്ലുകൾക്കകത്ത് പ്രകൃതിദത്തമായ ഗുഹകളാണ്. അതിന് അഴിയിട്ടിരിക്കുക പകുതി വെച്ച്. അവിടെ നിന്ന് അല്പം കൂടെ കഴിയുമ്പോൾ നമുക്ക് ഈ അഴിയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു 20 അടി താഴ്ചയിൽ വീതി കുറഞ്ഞ ഒരു കിണർ ചതുരത്തിലാണ് വെട്ടുന്നത്, ഒരു കുഴി. അപ്പോൾ ഈ കുഴി 20 അടിയുണ്ട്. ഈ ഭിത്തി നല്ല മിനുസമാണ്. വെട്ടി ഇങ്ങനെ ചെത്തിയെടുത്തേക്കാണ്. തൊട്ടും പിടിച്ചൊന്നും കയറാൻ പറ്റില്ല. ഇതിനകത്ത് മനുഷ്യനെ ഇറക്കുന്ന എങ്ങനെ അറിയണ്ടേ? ഈ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ചങ്ങലയിടും, ഈ കയ്യിൽ നിന്ന് അടുത്ത കാലിലേക്ക് ഇടും. ആളിൻ്റെ പൊക്കത്തേക്കാൾ കുറവായിരിക്കും ഈ ചങ്ങല. അല്പം ഒന്ന് കുനിഞ്ഞു നിൽക്കണം ഈ ആൾ. അതിൻ്റെ കാരണം കുറ്റവാളിയായി മനുഷ്യനെ കുറേ നാൾ ഇങ്ങനെ ഇട്ടാൽ പിന്നെ നടുവൊന്നുമില്ല. ഇനി വിമോചിതനായാലും എവിടെ ചെന്നാലും കുറ്റവാളി കുനിഞ്ഞു നിൽക്കണം, തല കുനിക്കുന്നവനാകണം. ഇതതിൻ്റെ സങ്കല്പം. ഇവിടെയാണ് ഈ കൊണ്ടിടുന്നത്. ഇവിടേക്ക് ഇടുന്നത് കയറ് കെട്ടി താഴേക്ക് ഇറക്കുകയാണ് ഈ ആളിനെ. ഇതുപോലൊരു കുഴി തൊട്ടപ്പുറത്ത് കാണും. അത് വേറൊരു സെല്ല. ഈ സെല്ലും ആ സെല്ലും തമ്മിൽ കാണാൻ പാകത്തിന് ചെറിയൊരു ചതുരത്തിൽ കൊത്തിയ ഒരു സുഷിരം പോലെ. ഇവിടെ കിടക്കുന്നവരെ ഇങ്ങനെ എണ്ണീറ്റ് ഇങ്ങനെയൊക്കെ നോക്കാം. അപ്പോഴവിടെ ഒരുത്തം കിടപ്പുണ്ട്, സഹബദ്ധനായ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കിടക്കുന്ന ആൾ തൊട്ടപ്പുറത്ത്. ഈ കുഴിക്കകത്ത് വേറൊരു കുഴി, ചെറിയൊരു കുഴി, ദിനകൃത്യങ്ങൾക്കുള്ളതാണ്. അതിലേക്ക് ഈ ഓവ് ചാല് ഇങ്ങനെ വെച്ചിരിക്കുക, വെള്ളം ഒഴുകി വരാൻ. അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഡ്രെയിനേജും അത് തന്നെ, കിടക്കുന്ന അവിടെ തന്നെ, നീണ്ടു തുറന്ന് കിടക്കാനിടയില്ല. 1-2 നാളാണോ? ദീർഘനാളവിടെ കിടക്കണം. രാവറിയില്ല, പകലറിയില്ല. കാണാൻ ചെല്ലുന്നവർക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കാം. ഇങ്ങനെ എത്തി നോക്കുമ്പോൾ അവിടെ കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ കോടീശ്വരൻ്റെ മകനാണ്. എങ്ങനെയൊക്കെ ജീവിച്ചൊരാളാണ്. പക്ഷെ ആ മകത്തെ സന്തോഷമൊന്നും കൊട്ടുപോകുന്നില്ല. അപ്പോഴും അവിടെ കിടന്നാണ് പറയുന്നത്, കർത്താവിൽ ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, സന്തോഷിപ്പീൻ. ആ ചങ്കുറപ്പിൻ്റെ പേരാ ക്രിസ്ത്യാനിത്വം. ആ വേദനയ്ക്കകത്തെ നിശ്ചയദാർഢ്യത്തിൻ്റെ പേരാ ക്രിസ്ത്യാനിത്വം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുതെന്ന് പത്രോസ് പറയുകയാണ്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്ര വേണ്ടത്. സ്തോത്രം. അപ്പം ഞാനെന്തിനാ ഇത്രയും പറഞ്ഞേ? ഈ കിടപ്പിൽ അദ്ദേഹത്തെ കാണാൻ ആൾക്കാർ വരും. അതിലെന്നെ ആകർഷിച്ചൊരു പയ്യൻ തെർത്തോസ് എന്ന് പറയും, ചെറുപ്പക്കാരൻ. ഈ തെർത്തോസ് ഇവിടെ വന്ന് ഇങ്ങനെ കേട്ട് നിന്ന് ഗുരുവിനോട് ചോദിക്കും വിശേഷമൊക്കെ. തെർത്തോസിനോട് ഓരോ കാര്യം പറഞ്ഞു കൊടുക്കും. അങ്ങനെ തെർത്തോസ് എഴുതിയ ലേഖനമാണ് സത്യത്തിൽ റോമർക്ക് എഴുതിയ ലേഖനം. മനസ്സിലായോ? ഈ കിടപ്പിൽ കിടന്നുകൊണ്ട് അങ്ങോട്ട് ഡിക്റ്റേഷൻ കൊടുക്കും. ഇപ്പോൾ 20 അടി മുകളിൽ നിന്ന് കേൾക്കുന്നവൻ ഇങ്ങനെ കാതുകൂർപ്പിച്ച് കേൾക്കും. എന്നിട്ട് ഗുരു ഇപ്പം പറഞ്ഞ ഒച്ചത്തിൽ ശബ്ദം ഉയർത്തി പറയും. അത് കേട്ട് എഴുതിയ സാധന നമ്മുടെ പക്കലിരിക്കുന്ന റോമാലേഖനം, കൊലോസി ലേഖനം, മനസ്സിലാവുന്നോ? ഫിലിപ്പിയ ലേഖനം, പിന്നെ എഫേസ്യ ലേഖനം. ഇതിനകത്ത് വല്ലതും പുള്ളി
ഈ വേദനയെപ്പറ്റിയോ തടവി കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ പറ്റിയോ കൊതുകടിയെ പറ്റിയോ ഒരക്ഷരം വേണ്ടി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈ വേദനയ്ക്കകത്തുനിന്ന് പ്രാപിച്ച തിരുവെഴുത്തും കൊണ്ട് അവിടെ കിടക്കുമ്പോൾ തമ്പുരാൻ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മ നിറവിൻ്റെ പ്രചോദനമാണ് ഇതിലെ അക്ഷരങ്ങൾക്ക് ആധാരം. ഞങ്ങളെ വിമർശിക്കുന്ന ഇത്തരം കക്ഷികൾ ഓർക്ക്, നിങ്ങളുടെയൊക്കെ കിതാബ് ഇറങ്ങിയത് ഏത് സന്ദർഭത്തിലാണെന്നൊക്കെ ഓർത്താൽ മതി. അതൊക്കെ പറയാതിരിക്കുക. വേദം പകൽ ഞാൻ പറഞ്ഞു, അല്ല എൻ്റെ വീഡിയോ കണ്ടാൽ മതി, ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അല്ല മനസ്സിലായില്ലേ? ഞാൻ കൂടുതൽ പറയുന്നില്ല. സുഹൃത്തിൻ്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് തോന്നുന്നു, കൊച്ചുകുട്ടിയെ, ദാ കിടക്കുന്ന ഒരു അരുളപ്പാട്. ഇതൊന്നുമല്ല ബൈബിളിൽ വരുന്നേ. മനസ്സിലായില്ലേ? ഇങ്ങനെ വരുമ്പോൾ കിട്ടുന്ന സംഗതിയല്ല ഇത്. അങ്ങനെയുള്ളവന് കിട്ടുന്ന സാധനമല്ല. വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസമാണിത്. എങ്ങനെ കിട്ടിയത്? ഞാൻ ഒത്തിരി ഇമോഷണലായി പോകുന്നു, വിഷയം വിട്ടു പോവല്ല. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആളുകൾക്ക് ഈ തിരുവെഴുത്തുണ്ടായി വന്ന പശ്ചാത്തലത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിന് പറഞ്ഞാണ്. ചുമ്മാ അതിലേക്ക് കയറി വ്യാഖ്യാനിക്കല്ലേ, തോന്നുന്ന പോലെ ചെയ്യരുതേ. എന്തെങ്കിലുമൊക്കെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങളെതിരല്ല. പക്ഷെ നിങ്ങൾ ക്രിസ്തുവിനോടും കളിക്കരുത്, ക്രൈസ്തവരോടും കളിക്കരുത്. ഞങ്ങൾക്ക് ആയുധമൊന്നുമില്ല. എന്തിനാണ് ആയുധം? ആയുധത്തെക്കാൾ മൂർച്ചയേറിയ ആശയം, ഏത് കോട്ടകളെ ഇടിപ്പാൻ ശക്തമായ ദൈവത്തിൻ്റെ വചനം, അത് ഞങ്ങളുടെ പക്കൽ സമൃദ്ധമായിട്ടുണ്ട്. അത് പറയാൻ വേണ്ട ആർജവം ഞങ്ങൾക്കുണ്ട്. പ്രാണൻ നഷ്ടപ്പെടും വരെ ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് ശേഷം അടുത്ത തലമുറ പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമർപ്പണത്തിലാണ് ഞങ്ങൾ ഈ വേലയ്ക്ക് വേണ്ടി നിയോഗിതരായിട്ടുള്ളത്. സ്തോത്രം. പക്ഷേ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ ഹാർമണി തകരരുത് എന്നതുകൊണ്ട് ഞങ്ങൾ പരമാവധി വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. അത് നിർബന്ധമാണ് ഞങ്ങൾക്ക്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോടും അതിൻ്റെ വ്യവസ്ഥതയോടും നീതി പുലർത്തണം. അതിൻ്റെ ഒരു കാര്യം കൂടി പറയാം. എനിക്ക് ഇതര മതങ്ങളിലെ ഈ ഒരു പ്രമേയം അറിയില്ല. എങ്ങനെയാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെ ഓരോ മതസ്ഥരും കാണേണ്ടതിൻ്റെ പ്രമാണം അറിയില്ല. പക്ഷെ ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് രേഖാമൂലം നിയമമുള്ള ഒരൊറ്റ ആധ്യാത്മിക ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ തിരുവെഴുത്താണ്. ആരുമാകട്ടെ, നെബൂഖദ്നേസർ ഇന്ത്യ ഭരിച്ചാലും ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കും ഉറപ്പായിട്ട്. മനസ്സിലായില്ലേ? ആദരനായ നരേന്ദ്രമോദിയവറുകളെ മോഡിജി എന്ന് വിളിക്കാൻ യാതൊരു മടിയും ഞങ്ങൾക്കില്ല. ബഹുമാനനായ പിണറായി വിജയൻ സാറിനെ അങ്ങനെ വിളിക്കാൻ ഞങ്ങൾക്കൊരു മടിയില്ല. അതിന് ഞങ്ങൾക്ക് ബൈബിൾ നിർദ്ദേശം തരുന്നു. റെസ്പെക്ട് ദം ആൻഡ് പ്രേ ഫോർ ദം. ഇത് ഞങ്ങൾക്കുള്ള പ്രമാണമാണ്. നമ്മളെപ്പോലെ രാജ്യസ്നേഹികളുണ്ടോ? നമ്മളാണ് രാജ്യസ്നേഹികൾ. നിയമം മൂലം പറയുക, ഈ രാജ്യത്തിലെ നിയമങ്ങളെ ആദരിക്കണം, ബഹുമാനിക്കണം. ഞങ്ങൾക്ക് അനുസരിക്കാൻ പാടില്ലാത്തൊരു നിയമമുണ്ട്, അവിടെ പറഞ്ഞേക്കാം. ആളെ ആവേശം കയറി മഹാഭൂരിപക്ഷ ആളുകളും ഞങ്ങളോട് പറയുക, സത്യദൈവത്തെ വിട്ട് ബിംബത്തെ ആരാധിക്കണം, രാജ്യ നിയമമാണെന്ന് പറഞ്ഞാൽ അത് നടപ്പില്ല. അത് നടപ്പില്ല. ക്ഷമിക്കണം. സാമൂഹ്യ പരിഷ്കർത്താക്കളോട്, ചിന്തകന്മാരോട്, ഭരണാധികാരികളോട്, ദേശീയ ചിഹ്നങ്ങളോട്, ദേശീയ വ്യവസ്ഥകളോട് ഞങ്ങൾക്ക് ആദരവ്, അത്യാദരവ്. പക്ഷെ ആരാധന ഇല്ല. ആരാധന ഒരുവന് മാത്രം, പ്രപഞ്ചനാഥന് മാത്രം. ഈ കരങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി ഉയരുന്നതും തല കുനിയുന്നതും ഒരുവൻ്റെ മുമ്പിൽ. അതിന് മരണം ഭരിക്കേണ്ടി വന്നാലും മാറാത്തവനാണ് യേശുവിൻ്റെ അനുഗാമി. സ്തോത്രം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അടുത്തതിലേക്ക് നമുക്ക് പോവാം. ഈ യേശുവിൻ്റെ ദൈവത്വത്തിന് ഇഷ്ടം പോലെ വചനമില്ലേ? എപ്പോഴൊരാളോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഈ വാക്യം ഒത്തിരി ചിലവാക്കരുത്. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? ഒത്തിരി വാക്യം അവൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ടെന്ന് പിടികിട്ടിയോ? ഞാനൊരു വാക്യം മാത്രം ഒരു ഡിബേറ്റിൽ ഉദ്ധരിച്ചു. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഞങ്ങൾ എത്ര വചനം നിങ്ങളോട് പറഞ്ഞു, ഈ ഒരു വാക്യം മാത്രമേ നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞു, അതും പ്രമാണമാണ്. എനിക്കറിയാം എവിടെ മുത്ത് വിതരണമെന്ന്, എങ്ങനെ വിതരണമെന്ന് എനിക്കറിയാം. മനസ്സിലായോ? പിടികിട്ടി? അജാന് പിടികിട്ടില്ലേ? പിടി. ഇപ്പം ചിലർക്ക് കത്തി. ഇത് മുത്താ, നിങ്ങളെന്നെ മനസ്സിലാക്കിയേ. ഇതുപോലെയാണ് ഞാനൊരു ഡിബേറ്റിൽ ബ്രദറൻ സഹോദരങ്ങൾ ചോദിച്ചു, ഇപ്പം ഇവിടെ നിന്ന് അന്യഭാഷ പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കാവുന്നു. ഡിബേറ്റാണ്, പെരുമ്പാറും നടക്കുന്ന. അപ്പം ഞാൻ പറഞ്ഞ ബ്രദറെ, അത്
ബ്രദർ ഈ കേട്ടേക്കുന്ന അന്യഭാഷ മുഴുവൻ ഇതിനകത്തൊക്കെ കാണുന്ന ടൈപ്പ് നിലവാരം കുറഞ്ഞ സാധനമാണ്. ഇതാ ബ്രദർ എന്നോട് ചോദിക്കുന്നത് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന അത്രയും അല്ലെന്ന്. കോഹിനൂർ രത്നത്തെക്കാൾ വിലമതിക്കുന്ന, പത്മരാഗക്കല്ലുകളെക്കാൾ വിലയേറിയ, വൈഡൂര്യമുത്തിനേക്കാൾ വിലപിടിപ്പുള്ളതാ എൻ്റെ ഇരിക്കുന്നത്. അല്ലേ? ആണോ? അല്ല ആണോ? അത് തോന്നെടുത്ത് അടിക്കാൻ പറ്റിയ സാധനമൊന്നുമല്ലെന്ന്. അതെവിടെ വിതരണം എന്ന കാര്യത്തിൽ എനിക്ക് നല്ല നിശ്ചയമാണ്. നീ പറയുമ്പോൾ ചെയ്യാനുള്ളതല്ല. ഡോക്ടറിന് പറഞ്ഞപ്പോൾ പറഞ്ഞു തരണ്ട, ഞാൻ അങ്ങോട്ട് വരാം, അതിനുള്ളതും തരാം. അപ്പോൾ തിരിച്ചു വരാം. നമ്മളിപ്പോഴത്തെ വിഷയം എവിടെ നിൽക്കുക? നമ്മൾ യേശുവിൻ്റെ ദൈവത്വം. ബാക്കി ആവശ്യത്തിനായല്ലോ. ഇനി ഞാൻ ഒരു വാക്യം കൂടെ തരാം. അത്യാവശ്യം വന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട വാക്യം. അത് എബ്രായർ 1:8 മുതൽ വായിച്ചോളൂ. ഒരു വാക്യം കയറ്റി വായിച്ചു, അപ്പോൾ ആ കൺസെഷൻ കറക്റ്റാവും. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലികെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. പിന്നെ പിതാവ്, ഗോഡ് ദ ഫാദർ കൺസേണിങ് അബൌട്ട് ദ സൺ ഓഫ് ഗോഡ്, ദൈവപുത്രനെ പറ്റി ദൈവപിതാവ് പറയുന്ന ഭാഗം എബ്രായ കർത്താവ് ഉദ്ധരിക്കുന്നു. പറഞ്ഞോട്ടെ. പുത്രനോട് ആര്? പിതാവായ ദൈവം അഡ്രസ്സ് ചെയ്യുന്ന എങ്ങനെയാ? ദൈവമേ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് വരാം, ദൈവമേ എന്ന് ആരെയും വിളിക്കാമല്ലോ. വിളിക്കത്തില്ലേ? തെളിവുണ്ട് ചിലയിടത്ത്. മോശയെ കാണിച്ചിട്ട് പറഞ്ഞു, അഹരോൻ്റെ കാര്യം പറഞ്ഞു, നീ അവന് ദൈവമായിരിക്കും. പിന്നെ ഉണ്ട്, അല്ല അത് കഴിഞ്ഞിട്ട് ദൈവം എന്ന് വിളിച്ചവരില്ലേ? അത് വേറെ അർത്ഥം. ഞാൻ അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, അതുകൂടെ വരാം. ചോദിച്ചു, നന്നായി. യോഹന്നാൻ 10 അല്ലേ? വരാം. നന്നായി ആ വാക്യം സാർ ഓർമ്മപ്പെടുത്തിയേ. ഇങ്ങനൊന്നും ഈ ദേവന്മാർ, ദൈവം എന്നൊക്കെ പറയുന്നത് തെറ്റായ പദമാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. മോശയോട് പറഞ്ഞത് നിൻ്റെ വാക്കുകൾ അവന് ദൈവത്തിൻ്റെ വാക്കുകൾ പോലെ എന്ന അർത്ഥത്തിലാണ്, ദൈവവചനം പോലെയാണ്. അപ്പം ദൈവം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പവറിനെ ഉദ്ദേശിച്ചല്ല അവിടെ ഒന്നും പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദൈവത്തെ പറ്റിയല്ല ഈ പറയുന്നത്. ആണോ? നമുക്ക് താഴോട്ട് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കതങ്ങ് എടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തർക്കിക്കൊന്നും വേണ്ട. ഒരു വേട് കണ്ട് നമുക്കും തിരിച്ചു പറയണ്ട. താഴോട്ട് വായിച്ചേ. ദൈവമേ, എവർലാസ്റ്റിംഗ് ത്രോണാണ്. അപ്പം പുത്രന് തുടക്കം ഉണ്ടെങ്കിൽ എവർലാസ്റ്റിംഗ് ത്രോൺ ഉണ്ടാവുമോ? ദൈവപുത്രനൊരു ആരംഭം ഉണ്ടെങ്കിൽ നിത്യമായൊരു സിംഹാസനം ഉണ്ടാവുമോ? ഇല്ല. ദൈവപുത്രൻ നിത്യനാണ്. ദൈവമേ, വായിച്ചു. അതൊക്കെ എന്തോ പ്രയോഗമാണെന്നാലോചിച്ച്. ദൈവമേ നിൻ്റെ ദൈവം. നിൽക്കി ഇതെന്താ വണ്ണസുകാർക്ക് പറയാനുള്ളത്? യഹോവ വിറ്റ്നസിന് എന്താ പറയാനുള്ളത്? നിങ്ങളുടെ കാര്യം പഠിച്ചോളണം. സകല ദുരുപദേഷ്ടക്കന്മാരും വന്ന് പൊളിഞ്ഞടിയുന്ന ഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനമാണ്. അവിടെ നന്നായിട്ടതങ്ങ് പഠിച്ചോണം. വായിച്ചാൽ മതി. പഠിച്ചോണം, ഞങ്ങൾ വായിച്ചാൽ മതി. മനസ്സിലായില്ല? അത് വായിച്ച് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. വായിക്കുക. അവിടെ എന്തൊക്കെയാണ് കാണുന്നറിയണ്ടേ? ഉരുതപ്പെട്ട സകല ദുരുപദേഷ്ടക്കന്മാരും പൊട്ടിപ്പോകുന്ന ഇവിടെയാണ്. ക്രിസ്തുവിൻ്റെ ദൈവപുത്രത്വം, ദൈവത്വം ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ച മറ്റൊരു ഭാഗമില്ല. ഗോഡ് ദ ഫാദർ അഡ്രസ്സിങ് ഗോഡ് ദ സൺ ആസ് ഗോഡ്. അല്ലയോ ദൈവമേ, നിൻ്റെ ദൈവം നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുകയും. പിന്നെ അപ്പം ചുരുക്കി പറഞ്ഞ ഉൽപ്പത്തിയിലെ പ്രവൃത്തി ചെയ്ത ആളിനെ പിതാവ് വിളിക്കുക, കർത്താവേ നീ ഭൂതകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിൻ്റെ കൈകളുടെ പ്രവൃത്തി, അവ നശിക്കും, നീയോ നിലനിൽക്കും, നിൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. എത്ര മനോഹരമാണത്. ഇപ്പം ദൈവപുത്രൻ കർത്താവായ യേശു ദൈവമാണോ? ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവമാണോ? ആണെന്ന് ആരാ പറയുന്നത്? ക്രൈസ്തവരല്ല പറഞ്ഞത്, ദൈവപിതാവ് തന്നതിനെ.
അപ്പോൾ ചൊല്ലി പറഞ്ഞത് പറയുന്നത് പൗലോസല്ലേ. എന്താ പൗലോസിൻ്റെ കുഴപ്പം? പൗലോസിന് അതോറിറ്റി ഇല്ലേ? ഉണ്ടോ? പൗലോസിന് അതോറിറ്റി ഉണ്ടാകുന്ന എങ്ങനെ? പൗലോസിൻ്റെ അപ്പസ്തലത്വം പത്രോസ് അംഗീകരിച്ചു കാണാൻ ബൈബിളിൽ എന്താ പറഞ്ഞേ? അവണ്ണം നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. പത്രോസ് പിന്നെ ഒരു സത്യം കൂടെ പറയാണ്, സാധാരണക്കാരന് വായിച്ച് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. സത്യമല്ലേ? സത്യമല്ലേ? ആ, സത്യം. അത് എന്നോടേക്ക് പൗലോസ് എന്തെങ്കിലും ഈ കള്ളം പോലെ തോന്നുന്ന പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതിനുണ്ടെന്ന് തന്നെയാണ് മറുപടി. കള്ളം പറഞ്ഞെന്നല്ല. എന്താണെന്നറിയണ്ടേ, ഇദ്ദേഹം പറയാ ഞാൻ ഒട്ടും വാക്സാമർഥ്യമുള്ളവനല്ലെന്ന്. ഞാൻ വിശ്വസിക്കുകയില്ല. മനസ്സിലായില്ലേ? അകാലപ്രജ, ഒരു കഴിവില്ലാത്ത ആളെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്താ എഴുതിയേക്കുന്നത്? സ്വർഗത്തിൽ ചെന്നാൽ കാണാൻ ആഗ്രഹമുള്ള ഒരാൾ ഈ പൗലോസാ. കർത്താവൊക്കെ കഴിഞ്ഞാൽ പുള്ളിയെന്ന് കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ കാണാനുണ്ട്, സംസാരിക്കാനുണ്ട്. കാരണം എന്താ ഇതൊരു വിസ്മയമല്ലേ? നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷെ ദൈവമൊന്നുമല്ല കേട്ടോ. നമ്മൾ അങ്ങനൊന്നും ബഹുമാനിക്കില്ല. അതില്ല. അർഹിക്കുന്ന ബഹുമാനം നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. വീടും കൂടുമൊക്കെ വിട്ടെറിഞ്ഞ് ഒരു ശതകോടീശ്വരൻ്റെ മകനായി ജീവിതം ആരംഭിച്ച് തിരുവെഴുത്തിൽ ന്യായപ്രമാണത്തിൽ അവഗാഹ പാണ്ഡിത്യമുള്ള ഒരാൾ, കോടതി വാദപ്രതിവാദങ്ങൾക്കിടയിൽ കോടതി പറയുക വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചു. ഇത്രയും വലിയ ജ്ഞാനിയായ മനുഷ്യൻ എങ്ങനെ ജീവിക്കേണ്ട ആളാ? റോമൻ പൗരൻ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ബെന്യാമീൻ ഗോത്രക്കാരുടെ കഴിവറിയാമല്ലോ. ഒരു രോമത്തിന് പോലും ഉന്നം തെറ്റാതെ കവണവച്ചെറിയാൻ പ്രാപ്തരായ 700 കുലീനന്മാർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇല്ല, ധീരന്മാരുടെ കുലമാണ്. ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി. ഇതൊക്കെയാ പേര്. ഈ മനുഷ്യൻ ക്രിസ്തു നിമിത്തം ചപ്പെന്നും ചവറെന്നും എണ്ണി അങ്ങനെ ജീവിതം മുഴുവൻ സമർപ്പിച്ചിട്ട് അവസാനം ഈർച്ചവാളിനാൽ കൊല്ലപ്പെട്ടു. ഈ മനുഷ്യൻ പറയുന്നത് സത്യമല്ല. പിന്നെ ആരാ? സ്വയമായിട്ടൊരാൾ പറയുക ഞാനാ പ്രവാചകൻ, ഞാൻ പറഞ്ഞ കേട്ടാൽ അത് വിശ്വസിക്കുക. ഇത് പറ്റിയല്ലെന്ന്. ഇതുപോലൊരു മനുഷ്യൻ്റെ ജീവിതം കൊണ്ട് യഥാർത്ഥ ക്രൈസ്തവനായി നമ്മുടെ മുമ്പിൽ തെളിവ് തന്ന മനുഷ്യൻ. സ്തോത്രം. ഇനി ചെല്ലു പറയുന്നു എബ്രായലേഖനം പൗലോസ് എഴുതിയതല്ല. പൗലോസ് എഴുതിയതല്ല എന്ന വാദത്തിന് ഇവിടെ പ്രസക്തിയൊന്നുമില്ല. ഏതായാലും അത് ദൈവവചനത്തിൻ്റെ ഭാഗമാണ് അല്ലേ? ആരും എഴുതിക്കോട്ടെ, നമുക്കിപ്പോൾ പൗലോസ് അടിക്കണ്ട, ആരും എഴുതട്ടെ. അപ്പോൾ പിന്നെ ചെല്ലു പറയുന്നത് അപ്പല്ലോസിനെയാണ്, ചെല്ലു പറയുന്നത് ബർണ്ണബാസിനെയാണ്. ആരുമാകട്ടെ, ക്രൈസ്തവ സഭയ്ക്ക് അങ്ങനെ വിശ്വാസമില്ല. ക്രൈസ്തവ സഭയുടെ പാരമ്പര്യം പൗലോസ് എഴുതിയതാണ്. ഇനി ബർണ്ണബാസ് എഴുതിയാൽ എന്താ ഭാഗതല്ലുണ്ടോ? ഇനി അത് പഠിക്കണം. ഈ 3 പേരെ പറ്റി ഇവർക്ക് അതും അറിയില്ല. അങ്ങനെ ഇങ്ങനെ തിരിച്ചു പറഞ്ഞാലും പെട്ടുപോകും. കാരണം ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന അടുത്ത 2 പേരാ സ്വർഗത്തിൽ ചെന്നാൽ, ബർണ്ണബാസും അപ്പല്ലോസും. അതിന് കാരണമുണ്ട്. പത്രോസിനെ കാണുന്നതിന് മുമ്പ് ഇവരെ കാണണം. കാരണം ഇവർ 3-ൽ ആരാ കഴിവുറ്റവർന്ന് പറയാൻ വയ്യ. അതാണ് ഈ കാര്യം. ഇതിലൊരു കക്ഷിയാ പൗലോസിൻ്റെ കൂടെ വന്നൊരു പ്രസംഗം കഴിഞ്ഞപ്പോഴേക്ക് കാളയെ യാഗം കഴിക്കാൻ ആൾക്കാർ വന്നെന്ന് ഇഷ്ടം കൂടിയിട്ട് പൂമാല കഴുത്തിലിടാൻ വന്നെന്ന് വായിച്ചിട്ടില്ലേ? അതിനകത്തൊരു കാര്യം കൊണ്ട് നമുക്കിപ്പം നമ്മളുമല്ലോ ആണെങ്കിൽ പൂമാലയും കൊണ്ട് വന്നാൽ തല കൊടുത്തു വെച്ച് പറയും അതിപ്പോൾ അവരെ ഒരു സന്തോഷത്തിനാണ്, ഞാൻ തലയൊന്ന് കൊടുത്തന്നേ ഉള്ളൂ, അതിനകത്ത് പേടിക്കാനൊന്നുമില്ല. പിന്നെ കാളയെ അവർ യാഗം കഴിച്ചു. ഇപ്പോൾ എന്തോ ചെയ്യുന്നു? ഞങ്ങൾ അവിടെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു. പക്ഷെ പൗലോസ് എന്തോ പറഞ്ഞു? ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് മാനസാന്തരപ്പെടാൻ. ഇങ്ങനെ നിലപാടുള്ളവനാണ് പൗലോസ്. ഇവർ 3 കൂടെ കൂടിയുള്ള കാര്യം കേട്ടോ. ഒരാൾ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിക്കും, അങ്ങനെ എഴുതിയിരിക്കുന്നത്. അടുത്തയാൾ അവരെ മിണ്ടാതാക്കി. അടുത്തയാൾ ക്രിസ്തു തന്നെ ദൈവപുത്രൻ എന്ന് തെളിയിച്ചു. ഒരുത്തൻ ഖണ്ഡിച്ചു, പിന്നെ ഒരുത്തൻ മിണ്ടാതാക്കി. അപ്പം അവരോരോ പീരീഡ് കഴിയുമ്പോൾ അടുത്ത അധ്യാപകം കയറി വന്നൊരു വെട്ടുകയാണ്. എന്തൊരു സ്ഫോടനാത്മക! ഇവരിൽ ആരെബ്രാലേഖനം എഴുതിയാലും നമുക്കെന്ത് പ്രശ്നം? ഇത് തിരുവെഴുത്താണ്, മനസ്സിലായോ? ആ തിരുവെഴുത്തിൽ പറയുക ദൈവപിതാവിൻ്റെ ശബ്ദം. എന്താ? ദൈവമേ, നിൻ്റെ ദൈവം നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്യുകയും നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിൻ്റെ കൈകളുടെ പ്രവൃത്തി, അവ നശിക്കും, നീയോ നിലനിൽക്കും, നിൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കയില്ല, നീയോ അനന്യൻ. ഇതാണ് പുത്രൻ. ഇതിപ്പരം ദൈവത്വത്തിന് എവിടെ തേടിപ്പോണം വചനം? വ്യക്തത വന്നോ?
അപ്പം പിതാവ് ദൈവമാണ്, ആർക്കും തർക്കമില്ല. പുത്രൻ ദൈവമാണ്, തർക്കമുള്ളവർക്കുള്ള മറുപടി അവിടുത്തെ. ഇനി ആത്മാവ് ദൈവമാണോ? പരിശുദ്ധാത്മാവ്? സംശയമില്ല, ദൈവം ആത്മാവാകുന്നു എന്ന്. എവിടെ കിടക്കുന്നത്? യോഹന്നാൻ 4. ശമരിയ സ്ത്രീയോട് കർത്താവ് പറഞ്ഞെടുക്കുക, ദൈവം ആത്മാവാകുന്നു. അപ്പം ഇതിന് വിപരീതമെന്ന് തോന്നുന്നു ചില വചനമാച്ചല് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ദൈവം ക്രൂശിലും മരിച്ചോ? ദൈവം ഭക്ഷണത്തിന് കരഞ്ഞോ? ദാഹിക്കുന്നു എന്ന് പറഞ്ഞോ? എന്നൊക്കെ ഒരു ചോദ്യമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ അറിയാത്ത ചിലർക്കൊരു ബുദ്ധിമുട്ട് ഉത്തരം പറയാൻ വരും. അപ്പം അതിന് മറുപടി പറയാം. ഞാൻ ആദ്യം പഠിക്കൊരു കാര്യം. കർത്താവായ യേശു ഇഹലോകത്തിലായിരുന്ന കാലത്ത് നമ്മുടെ കർത്താവിനെ ഏതെങ്കിലും ഒരാൾ വന്ന് പുകഴ്ത്താനോ പ്രശംസിക്കാനോ ഒക്കെ ശ്രമിച്ചാൽ കർത്താവ് അത് മൈൻഡ് ചെയ്യല, പിടിയിട്ടില്ല. വിശേഷിച്ച് യേശുവിനെ ദൈവമെന്നോ ദൈവപുത്രനെന്നോ ഒക്കെ വിളിച്ചാൽ കർത്താവ് അവരെ അങ്ങ് എതിർക്കും കർശനമായിട്ട്. ഉദാഹരണം, നിക്കോദിമോസ് വളരെ ഡീസൻ്റായിട്ടാണ് വന്നത്, നല്ല മനുഷ്യനാണ്. പിന്നെ യേശുവിൻ്റെ ഡെഡ് ബോഡിയൊക്കെ ഏറ്റുവാങ്ങിയ മനുഷ്യനാണ്, മോശാളല്ല, സത്യസന്ധൻ. അദ്ദേഹം നല്ലൊരു അഭിപ്രായം വന്ന് പറഞ്ഞു. രാത്രി യേശുവിൻ്റെ അടുത്ത് ചെന്നു, റബി, അങ്ങ് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അപ്പം ഞങ്ങളെന്ന് പറഞ്ഞാൽ അവളോട് ആളുണ്ട്. യേശു ഇത് കേട്ടിട്ട് ഈ സംഭാഷണം പോലും നീട്ടാൻ ഇഷ്ടമില്ലാത്ത വിധത്തിലാണ് സംസാരിക്കുന്നത്. നമ്മളിലും ആണെങ്കിൽ എന്ത് ചെയ്തേനെ? സാറിനെന്തോ മനസ്സിലായി എന്നെപ്പറ്റി? അല്ല, ദൈവത്തിൻ്റെ അടുത്തുനിന്ന് വന്നൊരു മഹാനായ മനുഷ്യനാണ്. സാറേ, വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർക്ക് എന്നെ മനസ്സിലാവും. അതിന് എറണാകുളത്ത് പറയും ഒന്നും മനസ്സിലാത്തവനുണ്ട്, അവർക്കെന്നെ പിടികിട്ടത്തില്ല. ഒരു ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ ഈ പ്രവൃത്തികളെ ചെയ്യാൻ ആർക്കും കഴിയില്ല. അത് ശരിയാ ബ്രദറെ. ബ്രദറോട് വെച്ചാൽ എൻ്റെ പ്രവൃത്തി കണ്ടേ, അത് മറൈൻ ഡ്രൈവ് വന്നപ്പം അതിലും വലിയ പ്രവൃത്തി ഞാൻ പുത്തിരിക്കണ്ടത്ത് ചെയ്തു. അതിലും വലുത് ഞാൻ ഡൽഹിയിലെ പ്രഗതി മൈതാനത്ത് ചെയ്തു. അപ്പോൾ ബ്രദർ കണ്ടിരുന്നോ? ഗുഡ് ന്യൂസ് വായിക്കണം. ഇതാ നമ്മളടിക്കുന്ന രീതി. ഇതാ യേശു സംഭാഷണം നീട്ടാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു, കുഞ്ഞു പോയിട്ട് വീണ്ടും ജനിച്ചിട്ട് വാ. ഞാനിച്ചിരി കനം കുറച്ച് പറഞ്ഞാൽ യേശുവിൻ്റെ വാക്കിലൊരു ഗെറ്റ് ഔട്ട് അടിക്കുന്ന ശബ്ദമുണ്ട്. അപ്പോൾ നീ വീണ്ടും ജനിച്ചല്ലാതെ ദൈവരാജ്യം അവകാശമാക്കില്ല. അപ്പോൾ യേശുവിനെ പൂട്ടിക്കുന്നൊരു ചോദ്യമാണ്, ഇത്രയും വയസ്സുള്ള ഞാൻ വൃത്തനായ ശേഷം എങ്ങനെ? നമ്മൾ കേട്ടാൽ ഇപ്പം തീർന്നു. യേശുവിൻ്റെ തിരിച്ചൊരു ചോദ്യം, അയ്യോ, നീ ഇതറിയാതെ എങ്ങനെ ഇസ്രയേലിൻ്റെ ഉപദേഷ്ടാവായുടെ കുഞ്ഞെ? നീ എന്തൊരു ടീച്ചറാ! ഇത്രയും വലിയൊരു വിമർശനമുണ്ടോ? കരാസ ചെയ്യുന്ന പോലെ തോന്നുന്നു. പക്ഷെ നിക്കോദിമോസിന് ഈ വാക്ക് അവനെ തന്നെ പരിശോധിക്കാൻ കാരണമായി. തിരിച്ച് ആ ക്യാമ്പസ് വിട്ടിറങ്ങുമ്പോഴേക്കും അയാൾ വീണ്ടും ജനനം പ്രാപിച്ചു. ആ ശക്തിയോടാ ഈ ശരീരം വാങ്ങാനേ വന്നിരിക്കുന്ന രഹസ്യ ശിഷ്യനെന്ന് അവിടെ വെച്ച് തന്നെ വിളിച്ചു. സ്വർഗത്തിൽ നിന്ന് വന്നാന്നൊക്കെ പറഞ്ഞപ്പം നമുക്കതങ്ങ് വിട്ടേക്കാം. പ്രവചനം പോലെ കാര്യം പറഞ്ഞു. നമ്മളിന്ന് ഈ അറക്കുള്ളി പറയുന്നതേ പുരമുകളിൽ ഘോഷിക്കുന്നു. അങ്ങനല്ലേ? അതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ ഇവിടുന്നോട് സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു തെളിവാണ് പുരമുകളിൽ ഘോഷിച്ചുകൊണ്ടിരിക്കുക. ലോകമുള്ള കാലത്തോളം ആ സംഭാഷണം അത് ഒരു രഹസ്യമായിരുന്നു. അത് സ്പ്രെഡാകുക ഇന്ന് ലോകം മുഴുവൻ. അതാ യേശുവിൻ്റെ വാക്കിൻ്റെ വീര്യം. അപ്പോൾ പിന്നെ യേശുവിനെ ഇങ്ങനെ സംസാരിച്ച കുറേ പേരുണ്ട്. മാന്യമായിട്ട് ഇടപെട്ടു പീലാത്തോസ്. പീലാത്തോസ് പറഞ്ഞ് നിന്നെ രക്ഷിക്കാനാണ് എൻ്റെ പദ്ധതി. അങ്ങനെയല്ലേ പറയുന്നത്? അവിടെ ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ മതി. ഞാൻ ആ രംഗം എപ്പോഴും ഓർക്കാറുണ്ട്. ഇതുകൊണ്ട് യേശുവിനെ പ്രതി കൂട്ടി നിർത്തിയിരിക്കുക. അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഈ കാര്യം ചോദിച്ചു വന്നപ്പോൾ അതിനകത്തങ്ങ് ഒരു ഉള്ളടക്കം ഇല്ല. കോടതി കയറി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കളി അങ്ങ് മാറും. യേശുവിനോട് ചോദിച്ചു. പീലാത്തോസ് എന്നെ നേരിട്ട് വിധിച്ചൊരു ചോദ്യമാണ്, നീ രാജാവെന്ന് പറഞ്ഞതാ നിൻ്റെ പേരിലെ ചാർജ്. അപ്പോൾ 10 കുറ്റപത്രം എടുത്തു വായിച്ചിട്ട് പറഞ്ഞു, ഓ ഈസൂസ് നാസറിൻ ഒഹൈ മീ ബെസലി യൂസ് ഈസൂസ്, നസ്രേനായ യേശുവേ നീ രാജാവാണെന്ന് പറഞ്ഞു. ഇതാണ് ചോദ്യം. ഇതിന് പറഞ്ഞെന്നോ ഇല്ലെന്നോ ഉത്തരം പറഞ്ഞാൽ അടുത്ത ചോദ്യമാണ് വരുന്നത്.
അപ്പോൾ വിഷമിച്ചു പോകും. ചില ചോദ്യങ്ങൾക്ക് നമുക്ക് അങ്ങനെ ഉത്തരം പറഞ്ഞാൽ കിട്ടത്തില്ല. നമ്മളെ പണ്ട് അറസ്റ്റ് ചെയ്യുമായിരുന്നു. എന്താണെന്നറിയണ്ടേ? റോമ സാമ്രാജ്യത്തിൽ ക്രൈസ്തവരെ പണ്ട് അറസ്റ്റ് ചെയ്തു. ക്രിസ്ത്യൻസ് ആർ മാനിറ്റേഴ്സ്. കാരണം നമ്മൾ നരഭോജികളാണ്. വാങ്ങി ഭക്ഷിപ്പിൻ, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. കോടതി ഇത്രേ ചോദിച്ചുള്ളൂ, നിങ്ങൾ എൻ്റെ ശരീരം വാങ്ങി ഭക്ഷിക്കീൻ എന്ന് പറഞ്ഞോ? ഏസെന്നല്ല പറയാൻ പറ്റുമോ? അപ്പോഴേ കുറ്റം വിധിച്ച് നരഭോജികളാക്കി ശിക്ഷിച്ചിരുന്നു. ഇതുപോലൊരു കോടതിയില്ല യേശുവിനെ നിർത്തിയിരിക്കുന്നത്. നീ രാജാവെന്ന് പറഞ്ഞോ? അപ്പോൾ യേശുവിന് വേണേൽ പറയാം, സാറേ അതേ, ഞാൻ രാജാവെന്ന് പറഞ്ഞു, ഒരു സത്യമാണ്. പക്ഷേ അത് നിങ്ങളാരും ഉദ്ദേശിച്ച രാജാവല്ല. ഞാനാണെങ്കിൽ കുറേ കൂടെ ആഴത്തി പറഞ്ഞേ, സാറ് തന്നെയാണ് രാജാവ്. ആ മുഖകാന്തി കണ്ടാൽ തന്നെ അറിയാമല്ലോ, രാജാവിൻ്റെ കലയല്ലേ അങ്ങയുടെ മുഖത്ത്. പിന്നെ ഒരു പ്രസംഗമല്ലേ സാറേ, ആവേശം കയറിയപ്പോൾ ഞാൻ രാജാവെന്നൊക്കെ ഒന്ന് പറഞ്ഞു, അങ്ങ് വിട്. കോംപ്രമൈസിന് പോയോ? പുള്ളി ഉദ്ദേശിച്ച രാജാവും അല്ലേ യേശു. റോമ ഭരിക്കാൻ പോകുന്ന ആളൊന്നും അല്ലെന്ന് പീലാത്തോസ് അതാ ഉദ്ദേശിച്ചേ. പീലാത്തോസിൻ്റെ ചങ്കിൽ കുത്തുമ്പോൾ അന്തസ്സോടെ യേശു ആ മുഖത്തേക്ക് നോക്കി ചെല്ലി. യേശു കരഞ്ഞതേ പറയത്തുള്ളൂ. ഗത്സമനെ ഇരുന്ന് കരഞ്ഞ ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ആ ശക്തി എന്താണെന്ന് കാണിച്ചു തരാം. യേശു മാത്രമല്ല, മുത്തച്ഛനും കരയുന്ന ആളായിരുന്നു ദാവീദ്. പുള്ളി തന്നെ സാക്ഷ്യം പറയാം, കാലത്തും മധ്യാഹ്നത്തും സന്ധ്യയ്ക്ക് ഏത് നേരത്തും സങ്കടം ബോധിപ്പിച്ച് ഞാൻ കരയുന്നൊരു രാജാവിനെ കണ്ട പ്രജകൾക്ക് വല്ല ബഹുമാനമുണ്ടോ? ബഹുമാനിക്കണ്ട. പക്ഷെ ഇതേ പുള്ളി പറയാം, കാര്യം ഇതൊക്കെ ആണെങ്കിലും ഒരു സൈന്യം എൻ്റെ നേരെ വാളയും ഇറങ്ങിയാൽ കളി അങ്ങ് മാറും. തമ്പുരാൻ്റെ മുമ്പിൽ കരയുന്നവരാ ഞങ്ങൾ. ശത്രുവിൻ്റെ മുമ്പിൽ തലകുനിക്കത്തൊന്നുമില്ല. അത് ആൾ മാറിപ്പോയി നിനക്ക്. ഗത്സമനയിൽ കരഞ്ഞവൻ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ചോദിക്കുക, ആരെ വേണം? നസ്രായൻ യേശുവിനെ. നിങ്ങൾ ദൂരെ ഒന്നും പോണ്ട, ഞാനല്ലേ, അറസ്റ്റ് കൊണ്ടുപോ. പീലാത്തോസിൻ്റെ അടുത്ത് ചെന്ന് അടിയെല്ലാം കിട്ടിയവൻ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണേ, നീ രാജാവ് തന്നെയോ? യേശു അന്തസ്സോടെ പറയാ, ഞാൻ ആകുന്നു. എന്തൊരഭിമാനം! ലോകത്ത് എത്ര കോടി ക്രൈസ്തവരുണ്ട്, അഭിമാനിക്കണം. കോലമരം കണ്ടിട്ട് ഭയം തോന്നാതെ അതിൻ്റെ മുമ്പിൽ നിവരെ നിന്നവനാണ് നമ്മുടെ ഗുരു. അത് കുരിശ് ചുമക്കേണ്ടി വരുമെന്നറിഞ്ഞിട്ടും സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവനായി ഈ ഗുരു അവിടെ നിന്നു. ഒറ്റ വാക്കിൽ പുറത്തു വിടാം. അപ്പം അതുകൊണ്ടേ നമ്മൾ യേശുവിൻ്റെ ഒരു സ്വഭാവം നമ്മൾ കണ്ടോ? ഇങ്ങനെ അനുകമ്പയോടൊക്കെ ചെല്ലുന്ന ആളുകളോട് തിരിച്ചൊരു അനുകമ്പയില്ല. നിൻ്റെ അനുകമ്പയൊന്നും വേണ്ടാവേ. പീലാത്തോസിൻ്റെ രക്ഷയൊന്നും വേണ്ട. പീലാത്തോസ് പറയാ, നിന്നെ വെറുതെ വിടാനും ശിക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ടെന്നറിയാമോ? യേശു, ഇല്ലട കൊച്ചെ, നിനക്ക് എവിടെ അധികാരം? മുകളിൽ നിന്ന് കിട്ടാതെ നിനക്ക് എന്താ അധികാരം? ഇതുപോലെ കരാസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ കോടതിയോട്? സ്തോത്രം. ക്രിസ്തുശനായ പൗലോസും ഇങ്ങനായിരുന്നു. കോടതി പറയാ, നീ പ്രസംഗിച്ച് എന്നെ ക്രിസ്ത്യാനിയാക്കാൻ നോക്കുകയാണ്. എൻ്റെ സാറേ, ഞാനത് തന്നെ ഉദ്ദേശിച്ചെന്ന്. നീ മാത്രമല്ല, ഈ കോടതി, ലോകം മുഴുവൻ, ഈ ചങ്ങല ഒഴികെ സകലത്തിലും എന്നെപ്പോലായെങ്കിൽ കൊള്ളായിരുന്നു. സ്തോത്രം. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇനി വേറൊരു കക്ഷിയുണ്ട്. ചരിത്രം പരതിയാൽ യേശുവിനെ മാന്യമായി അഭിസംബോധന ചെയ്ത ആൾക്കാരുണ്ട്. ചില വിളിച്ചിട്ട് അച്ഛൻ്റെ മകൻ, ശാസ്ത്രം അറിയാത്തവൻ, ഇങ്ങനെ കളിയാക്കിയില്ലേ? പക്ഷെ ഡീസൻ്റായിട്ട് ഇടപെട്ട ഒരു ഗ്രൂപ്പുണ്ട്. വേറെ വല്ല ഭൂതങ്ങളാണ്. ഭൂതങ്ങൾ വളരെ അന്തസ്സോടെ ഇടപെട്ടെ. അപ്പം അതിലും നിലവാരം കുറഞ്ഞ മനുഷ്യരുണ്ടെന്ന് മനസ്സിലായില്ലേ? ഭൂതം അങ്ങനെ വിളിച്ച്, യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. എന്തൊരു വിളിയാണ്! യേശു പറഞ്ഞു, മിണ്ടരുത്. അതിലേ പോലും റബി വിളിച്ചു, നല്ലവനായ ഗുരു. അതൊന്നും വേണ്ട, മിണ്ടരുത്. എന്നെ അങ്ങനെ വിളിക്കരുത്. ദൈവം ഒരുവനേ ഉള്ളൂ നല്ലവൻ, അങ്ങോട്ട് വിളിച്ചോണം. ഈ വചനമെല്ലാം നിങ്ങൾക്കൊരു പക്ഷേ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് ആവശ്യൻ്റെ ദൈവത്വത്തിനെതിരെ. അതെല്ലാം ഇപ്പോൾ പൊട്ടിപ്പോവും. അത്തരം വാദങ്ങൾ ആ അർത്ഥമല്ല ഇതിന്. പറയാം, ശ്രദ്ധിക്കണം. അത് എന്തുകൊണ്ട് യേശു കർത്താവ് ഇവരൊക്കെ പറയുമ്പം നിരാകരിച്ചു? അതറിയണമെങ്കിൽ തൻ്റെ ശിഷ്യൻ ഫിലിപ്പിൻ്റെ കൈസരയിൽ വെച്ച് യേശുവിനൊരു വിളി, എന്താ വിളിച്ചെന്നറിയണ്ടേ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. മിണ്ടരുതെന്ന് പറഞ്ഞോ? എന്താ കാര്യം? തിരിച്ച് യേശു പറഞ്ഞു, നീ യൂഹാനയുടെ മകനായ ശിമോൻ. എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞു, നിനക്കിപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞതേ കാരണം അറിയോ?
നിൻ്റെ പ്രാപ്തിയും കഴിവല്ല. ഈ അറിവ് കിട്ടിയത് ഒരു വെളിപ്പാടിനാലാണ്. എൻ്റെ പിതാവ് തന്ന വെളിപ്പാടാ നിൻ്റെ ഈ അറിവ്. ഈ വെളിപ്പാടിൽ ആരെങ്കിലും അവനെ ദൈവമെന്ന് കണ്ടാൽ അത് അക്സെപ്റ്റ് ചെയ്യും. മനസ്സിലായോ? പറയേണ്ടവൻ പറഞ്ഞാൽ അവൻ അക്സെപ്റ്റ് ചെയ്യും. ചിന്തകൻ പറഞ്ഞതോ ശാസ്ത്രം പറഞ്ഞോ ഒന്നും ഇവിടെ കേൾക്കണ്ട. ബെറി യുഹാനാ ശിമോൻ, നീ കൃപയുള്ളവൻ, ജഡവും രക്തവുമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ. ഈ വെളിപ്പാടിലാ ഞാൻ എൻ്റെ സഭയെ പണിയുന്ന. അത് അവിടെ നിൽക്കും. പാതാള ഗോപുരം അതിനെ ജയിക്കില്ല. വ്യക്തത തന്നോ? അവിടെ ഇതും വിടാം. ഇതെന്തിനാണ് യേശു എപ്പോൾ സംസാരിച്ചാലും ദൈവപുത്രൻ എന്ന് സ്വയം പരിചയപ്പെടുത്തുകയില്ല, ദൈവമൊന്നും പറയില്ല. അമ്മതിച്ച് ഒരു കുഴപ്പമില്ലെന്നേ. എന്താ കാര്യം പറയണ്ടേ? യേശുവിനോട് ചോദിച്ചാൽ മനുഷ്യപുത്രൻ നിർണയിച്ചതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം, അവർ മനുഷ്യപുത്രനെ പിടിക്കും. യേശു വാ തുറന്നാൽ ഒന്നോ രണ്ടോ എടുത്ത ദൈവപുത്രൻ എന്ന് പറയുന്നുള്ളൂ, ബാക്കിയല്ല മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ. അതിൻ്റെ കാരണം കിട്ടോ പറയാം. സാത്താൻ യേശുവിൻ്റെ അരികിൽ വന്നിട്ട് യേശുവിനെ പരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലരത് ഒത്തിരി ചോദിക്കുന്നൊരു ചോദ്യമാണ്. യേശുവിന് പരീക്ഷ ഉണ്ടാവുമോ? പരീക്ഷകനിട്ടാലും പരീക്ഷയാണോ എന്ന് തീരുമാനിക്കുന്നത് എഴുതുന്നവനാണ്. മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായോ? ആ ടെസ്റ്റ് എഴുതുന്ന കക്ഷി തീരുമാനിക്കും ഇത് പരീക്ഷയാണോ. കാരണം സംഗതി പഠിച്ചവൻ ഇത് പരീക്ഷയല്ലെന്ന് പിടിയിട്ടില്ല. അറിവുള്ളവൻ്റെ അടുത്ത് പരീക്ഷയായിട്ട് എന്നാൽ പരീക്ഷയാകുമോ? ആൽഫബറ്റ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് പേടിയുണ്ടോന്ന്? നമുക്ക് പേടിയില്ല. 3-4 ഭാഷയിൽ ആൽഫബറ്റ് എഴുതാൻ പറഞ്ഞതാ പിടിച്ചു. ഇപ്പം പിടിച്ചു. കൊച്ചു കുഞ്ഞിന് പേടിയാന്ന്, അതിന് പരിശീലനം ഇല്ല. അപ്പം പരീക്ഷയാണോ എന്ന് തീരുമാനിക്കുന്ന മാഷല്ല, കുട്ടിയാന്ന്. മനസ്സിലായോ? പറഞ്ഞു വന്നേ. എൻ്റെ ഗൗരവം മനസ്സിലായോ? ഒരിക്കലൊരു പാട്ട് പാടുന്ന സഹോദരൻ ഒരു പാട്ട് പാടി. അപ്പോൾ ആൾക്കാരെഴുതി കൊടുത്തു അതൊന്നുകൂടെ പാടണമെന്ന്. പുള്ളി ഒന്നുകൂടെ പാടി. ഒരു പേപ്പർ വരാൻ തുടങ്ങി. ഒന്നുകൂടെ പാടും. 6-7 തവണയായപ്പോൾ അവൻ തന്നെ മടുത്തിട്ട് പറഞ്ഞു, ഇനി ദയവായിട്ട് എഴുതി തരരുത്, കാരണം വേറെയും പാട്ടും കൊണ്ടാണ് വന്നേ. നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ ഇത്രയും പാടി, ഇതുകൂടെ പാടി ഞാൻ അടുത്തിലേക്ക് കിടക്കും. അപ്പോൾ അവിടെ ഒരു അച്ഛൻ എഴുതിയെന്ന് പറഞ്ഞു, ആദ്യം ഇതൊന്ന് പാടി ശരിയാകട്ടെ, ഈ കൂടെ എഴുതി തരാൻ കാരണം എന്താ? ഇത് പാട്ടാണോ അല്ലയോ എന്ന് ഞങ്ങൾ പറയാം. ആദ്യം ഇതൊന്ന് പാടി തെളിയട്ടെ, എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതങ്ങ് പാട്. അപ്പോൾ പാട്ടാണോ അല്ലയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കാതെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സാറ് പരീക്ഷ ഇട്ടോ, പരീക്ഷയാണോ അല്ലയോ എന്ന് പഠിച്ച കുട്ടിക്ക് ഇത് പരീക്ഷയല്ലെന്ന്. ഇത് പറയാൻ കാരണം നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, യേശുവിന് നമ്മെപ്പോലെ പരീക്ഷ ഉണ്ടായോ? ഇതാ ചോദ്യം. അത് തുറന്നു പറഞ്ഞ ചോദിക്കാറുണ്ട്, യേശുവിന് ലൈംഗികമായ അഭിനിവേശം, ആവേശവും തോന്നലും ഒക്കെ ഒരു പുരുഷൻ എന്ന നിലയിൽ ഉണ്ടായോ? ഇല്ലെന്നതിൻ്റെ അർത്ഥം. അതെന്താ കാര്യം? കൃത്യം പറയാം. അങ്ങനെ ഒരു ആവേശം ഒന്നിലും ഇല്ല. അതിൻ്റെ കാരണം കേട്ടോ, ധൈര്യമായിട്ട് കേട്ടോ, ഒരു പേടിയും വേണ്ട. യേശു ആരാന്ന് ഇവർക്കറിയില്ല. അതിൽ നിന്നാ ചോദ്യം വരുന്നത്. ഉത്തരം പറയാം. ഇപ്പോൾ പാസ്റ്റർ എനിക്ക് ചായയും കേക്കും ഒക്കെ തന്നു. ഞാൻ ഈ സ്നാക്സ് കഴിക്കുന്ന താല്പര്യനായ ഒരാളല്ല. പിന്നെ കഴിക്കുമെന്ന് വെച്ചാൽ കഴിക്കും, താല്പര്യമില്ല. പക്ഷേ ചെറുപ്രായത്തിലാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് വീണ് കിടന്നിത് കഴിക്കും, പിന്നെയും കിട്ടാൻ ആഗ്രഹിക്കും. അതിൻ്റെ കാരണം എന്താ? നമ്മൾ ജീവിതം എത്ര കണ്ടു, കേക്ക് എത്ര കണ്ടു, അലുവ എത്ര കണ്ടു, ഇപ്പോൾ ഇത് വേണ്ട. ശരിയാണോ? കൊച്ചു കുഞ്ഞിന് ഈ അലുവ വലിയ കാര്യമാണ്. അപ്പോൾ കുട്ടിക്ക് മുമ്പിൽ അലുവയാണ് ടെംപ്ടേഷൻ. നമ്മുടെ മുമ്പിൽ നല്ല വണ്ടിയോ പുതിയ എന്തെങ്കിലും കീബോർഡോ ഇതൊക്കെ കണ്ടാൽ നമുക്കും ടെംപ്ടേഷനാണ്. അത് മേടിക്കണം, സ്വന്തമാക്കണം, ഈ ആഗ്രഹമാണ്. അങ്ങനെ ഉണ്ടാവില്ലേ? സ്ത്രീകൾ പറയല്ലേ, എനിക്കൊരു ഓഫ് വൈറ്റ് സാരി. നമുക്കറിയാം ഈ ഓഫ് വൈറ്റ് എന്നാ, മജന്ത എന്നാ, ഇതുമല്ലോ നമുക്കറിയോ. നമ്മൾ പോയിട്ട് ഒരുമാതിരി ചെങ്കൊടി പോലെ എടുത്തുകൊണ്ട് വരും. അവർക്കിത് ടെംപ്ടേഷനാണ്, അത് എടുക്കണം. അങ്ങനെയാ. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, ഈ സ്വർഗീയ മഹിമ വിട്ട് താഴെ വന്നവനെ എന്തോ കാണിച്ച് ടെംപ്റ്റ് ചെയ്യാം. സുന്ദരിയായൊരു സ്ത്രീയെയോ
ഈ ലോകത്തിലെ കുറേ സുഖസൗകര്യങ്ങളോ? ഇതാരെയാ നീ പരീക്ഷിക്കുന്നത്? സാത്താനെ, നിനക്ക് ആള് മാറിപ്പോയി. എങ്ങനെ നിനക്ക് പരീക്ഷിക്കാൻ പറ്റും? ഇതാളാരാണ്? ലോകത്തിലെ സകല മനോഹാരിതയും കാട്ടിക്കൊടുത്താൽ ഉള്ളുകൊണ്ട് ചിരിക്കും. പിതാവിനോടുകൂടെ നിത്യതയിൽ വിരാജിച്ചവൻ, സ്വർഗീയ സന്തോഷങ്ങളെ മുഴുവൻ കണ്ടവൻ. അവനെ പരീക്ഷിക്കാൻ നോക്കിയാൽ പരീക്ഷ ഓക്കെ, ഇതാ പിടിച്ചു. അതിന് സാത്താൻ അടുത്ത് വന്ന് യേശുവിനെ പരീക്ഷിച്ചു. അങ്ങനല്ലേ? പരീക്ഷിച്ചു. യേശു നേരിടുന്ന രീതി കണ്ടോ? യേശുവിനോട് പറയുകയാണേ, നീ ദൈവപുത്രനെങ്കിൽ, അങ്ങനല്ലേ? യേശുവിൻ്റെ മറുപടി വെക്കണോ? മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല. ചോദ്യം ദൈവപുത്രനെങ്കിൽ, ഉത്തരം മനുഷ്യൻ. ശരിയാണോ? ഇതെന്തേർപ്പാടാ? ചോദ്യത്തിലെല്ലാം ദൈവപുത്രൻ ദൈവപുത്രൻ, ഉത്തരം പറയുക മനുഷ്യൻ, അപ്പം കൊണ്ട് മാത്രമല്ല. ക്രൂശിൽ കിടക്കുമ്പോൾ കള്ളൻ പറഞ്ഞു, നീ ക്രൂശിൽ നിറങ്ങി വാ ദൈവപുത്രനെങ്കിൽ. അപ്പോൾ യേശു കാണിച്ചു കൊടുത്ത ദൈവപുത്രനല്ല, ഇത് മനുഷ്യപുത്രനാണ്. അപ്പോൾ യേശുവിൻ്റെ മനുഷ്യത്വം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെന്നറിയണ്ടേ ഇത് വിഷയം? കേട്ടോ, സാത്താൻ പണ്ടേ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ദിവസം എൻ്റെ തല തകർക്കാൻ ആദമ്യകുലത്തിൽ നിന്ന് ഒരു ഒടുക്കത്തെ ആദം വരും. അറിയാമല്ലോ, അവന് സ്ത്രീയുടെ സന്തതി വരും. യേശുവിനെ കണ്ടപ്പോൾ സാത്താൻ ജ്ഞാനിയാണ്, സർവജ്ഞാനിയല്ല. സർവജ്ഞാനിയാണോ? അല്ല. ഇവനൊരു സംശയം, ആൾ ഇത് തന്നെയാണോ എന്നൊരു സംശയം. അതിന് പുതിയ തന്ത്രം ഉണ്ടാക്കാൻ ചോദിക്കുക, നീ ദൈവപുത്രനെങ്കിൽ. ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവൻ്റെ ചങ്ക് തകരും മാറി ഒരു മറുപടിയാ മനുഷ്യപുത്രൻ. എന്താ കാര്യം എന്നറിയണ്ടേ? കേട്ടോ, യൂണിഫോം ഇട്ട് വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനേക്കാൾ അപകടകാരി മഫ്റ്റിയിൽ വരുന്ന പോലീസുകാരനാണ്. മനസ്സിലായോ? മനസ്സിലായില്ല? എന്നെ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചിരിക്കാമെന്ന് കുട്ടിക്കോ? ഇപ്പം പിടിക്കും. പക്ഷേ തന്ത്രജ്ഞനായ ഞാൻ എന്ത് ചെയ്തു? മറ്റേ ലൈറ്റും വണ്ടിയൊക്കെ കാണുമ്പോൾ നേതാക്കന്മാരെ വിളിക്കും, സാറേ ഇത് ഈ ഭയങ്കര ശല്യം കേട്ടോ, ഇങ്ങനെയൊക്കെ ഇരിക്കുക. അപ്പോൾ അവർ പറയും, നമ്മുടെ മറ്റൊരു വണ്ടി അങ്ങോട്ട് വരും, പെട്ടെന്ന് അതേ കയറിയോ എന്ന് അറിയണ്ട, ഞങ്ങളവിടെ അല്ലെ വേറൊരു പോലീസുകാരൻ അതിലുണ്ട്, പുള്ളി വന്ന് ശ്രദ്ധിക്കും, കുഴപ്പമൊന്നുമില്ല, അങ്ങോട്ടങ്ങ് മാറിക്കോ, കാണുമ്പോൾ പിടിക്കാൻ തോന്നണം, പക്ഷേ പുള്ളി രക്ഷിച്ചോളും, സിഗ്നലൊക്കെ തരും. എന്തെല്ലാം പരിപാടി ഈ ലോകത്ത് നടക്കുന്നത്. അങ്ങനെ പറഞ്ഞല്ല, പോലീസെല്ലാം മോശമായിട്ടല്ല. പോലീസെല്ലാം മോശമാണോ? പിന്നെ അത്യാവശ്യം കുറേ പേര് മാങ്ങയൊക്കെ മോഷ്ടിക്കുന്നുണ്ട്. അതിപ്പം എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? എത്രയോ പേര്. ഞാൻ ഇടയ്ക്ക് ഓർത്ത് ഒരു 10 കിലോ മാങ്ങ മേടിച്ച് അങ്ങോട്ട് അയച്ചു കൊടുത്താൽ എന്താണെന്ന് ഓർത്ത്. ഏതായാലും മോഷ്ടിക്കും. ഈ പാവത്താൻ ഇല്ലാത്തതിനും എല്ലാം ചെയ്തായിരിക്കും, മാങ്ങ തിന്നാനുള്ളൊരാഗ്രഹം കൊണ്ട്. അപ്പം നമ്മളത് ഗൗരവത്തിലൊന്നും എടുക്കണ്ട, പോട്ടെ. അപ്പോൾ എന്നാൽ അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നവരുമുണ്ട്. പക്ഷേ ഇതെന്തിനാണ് പറഞ്ഞെന്നറിയണ്ടേ? ഇങ്ങനെ പോലീസ് വന്നാൽ പഠിച്ച കള്ളനെ പിടിക്കാൻ പാടാന്ന്. ഇത്രയും സന്നാഹം ഒരുക്കി വരിക, അവിടെ നിന്ന് കുറേ പോലീസ് അതിൽ ഓടുന്നു ഇതിൽ ഓടുന്നു. കള്ളൻ ഈ പഞ്ചായത്തിൽ പോലും ഇല്ല, അവൻ പണ്ടേ വണ്ടി കയറി. എത്ര നോക്കിയിട്ടും ചില പുള്ളികളെ പിടിക്കാൻ വയ്യ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചു, അങ്ങനാണോ? ആര് പിടിക്കാവനെ? അവൻ്റെ ആ മുഴുവൻ ഹിസ്റ്ററിയും കൊടുത്തിട്ട് കണ്ടപ്പോൾ ഒരാളുണ്ട് പറഞ്ഞു, സാറേ ഞാൻ വേറെ ശല്യമൊന്നും ചെയ്യരുത്, എനിക്കൊരു 2-3 മാസം തരണം. അവനിവിടെ വന്നിരിക്കും. അന്ന് മുതൽ ഈ പോലീസുകാരൻ വേഷം മാറി നിഴൽ പോലെ എൻ്റെ കൂടെ ഉണ്ട്. ഇവിടെ വന്നിരിക്കും, പ്രസംഗിക്കുമ്പോൾ അല്ലലിയ പറയും, കൈയടിക്കും, കൈ തരും, ചോദിച്ചങ്ങ് ഇണങ്ങി കൂടെ നടക്കുക. പക്ഷേ പുള്ളിയുടെ ഒരു കണ്ണെൻ്റെ മീതെ ഉണ്ട്. ഞാൻ ബുദ്ധിമാനാന്ന് സ്വയം ധരിച്ച് ഇങ്ങനെ പോയതാ. പക്ഷെ പറഞ്ഞ് ഒരു ദിവസം ഒരു പിടി, ഒരു വിസിലടി, നിമിഷത്തിനുള്ളിൽ മറ്റൊരുവരും പിടിക്കും. എന്താ കാര്യം തരണ്ടേ? യൂണിഫോമിൽ വരുന്ന പോലീസിനേക്കാൾ അപകടകാരി മഫ്റ്റിയിൽ വരുന്ന പോലീസ്. ഇതിനാ ദൈവപുത്രൻ മനുഷ്യപുത്രനായി വന്നത്. നിൻ്റെ തലക്കിട്ടടിക്കാൻ വന്ന, പ്ലാനിട്ട് വന്ന. എൻ്റെ പൂർവികനായ ആദമിനെ നീ ചതിച്ച നാൾ മുതൽ പണി നിനക്കിട്ട് വെച്ചിരുന്ന. ദാ പിടിച്ചോ, ക്രൂശിൽ നിൻ്റെ പരാജയമാണ്.
നീ മരണം മനുഷ്യ സമൂഹത്തിന് നൽകി. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിന് കൊടുത്തപ്പോൾ പദ്ധതി ഇട്ടിരുന്നു. ഏകന്റെ ലംഘനത്താൽ ന്യായവിധി വന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ മുഴുലോകത്തിനും നീതീകരണം എന്ന ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവപുത്രൻ മനുഷ്യപുത്രനായി ഭൂമിയിൽ നമ്മളെ പരിചയപ്പെടുത്തി. മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ. മനസ്സിലായോ? അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം വെളിപ്പെടുത്തും ദൈവപുത്രൻ. പോരെ? വെളിപ്പെടുത്തേണ്ട ഇടത്ത്. അതുകൊണ്ടാണ് ഇന്ന് ലോക മനുഷ്യൻ പറയുന്നത് യേശു ഒരു മഹാനായിരുന്നു, യേശു വലിയ പുള്ളിയായിരുന്നു. കാരണം വെളിപ്പാടില്ലെന്ന്. മനസ്സിലായില്ലേ? ഇപ്പോൾ യേശുവിനെ ദൈവമായിട്ട് ലോകത്ത് ആരും കാണുന്നില്ലെന്നവർക്ക് നമുക്ക് പരാതിയില്ലാത്തതുകൊണ്ടാണ്. അവനാ വെളിപ്പാട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നതുകൊണ്ടാണ്, സംശയമില്ലാത്തതുകൊണ്ടാണ്. അതിനോട് കാര്യം പറയാം. ശ്രദ്ധിക്കണം. നിങ്ങളും ഞാനും ഒക്കെ സത്യം പറഞ്ഞ പത്രോസിനേക്കാൾ, അന്ത്രയോസിനേക്കാൾ, യാക്കോബിനേക്കാളൊക്കെ ശ്രേഷ്ഠരായ മനുഷ്യരാണ്. പ്രതിഫലവും നമ്മുടെ കൂടുതലാണ്. അതറിയോ? ആണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടല്ലേ? എന്നാൽ ഞാനത് നിങ്ങൾക്ക് വാങ്ങി തന്നിട്ടുള്ളൂ. ശ്രദ്ധിച്ച് അതിന് കാരണം പറയാം. യേശുവിൻ്റെ കൂടെ പണ്ട് പാലസ്തീനിൽ 12 പേരിൽ ഒരുവനായി ജനിക്കാതെ ഇന്നിവിടെ ജനിച്ചതാ ജീവിതത്തിൻ്റെ ഭാഗ്യം. എന്താ കാര്യം എന്ന് പറയാം. അവൻ കടലിൻ മീതെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഇല്ല. 5 അപ്പം 5000 വീതം വെച്ച് ചെന്നപ്പോൾ ഇങ്ങനെ കൈ നീട്ടി നമ്മൾ അവിടെ ഒന്നുമില്ല. ഇതൊക്കെ കണ്ടവൻ, ആസ്വദിച്ചവൻ, കടലിൻ മീതെ നടന്നപ്പോൾ ആഹ്ലാദിച്ചവൻ കാര്യത്തോടടുത്തപ്പോൾ പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല. ഇതൊരിക്കലും കണ്ടിട്ടില്ലാത്ത നമുക്ക് ഒരു സംശയമില്ലാതെ വിളിച്ചു പറയും, ഇവനത്ര എൻ്റെ രക്ഷകൻ, ഇവനാണ് എൻ്റെ പ്രാണപ്രിയൻ, ഇവനാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ. എന്താ ഇത് പറയാൻ കാരണം? പഠിച്ചു വെച്ച അറിവ് കൊണ്ടല്ല, അനുഭവസമ്പന്നമായൊരു ജീവിതം കൊണ്ട് 5000 പേർക്ക് ഒപ്പം അപ്പം തിന്ന അനുഭവങ്ങളെക്കാൾ വിലപിടിപ്പുള്ള 100 അനുഭവങ്ങളുടെ ഒരു സമാഹാരമാണ് ജീവിക്കുന്ന ദൈവവൈതൽ. ആ അനുഭവത്തിൽ നിന്നാണ് വിളിച്ചു പറയുന്നത്, ഇവനും എൻ്റെ രക്ഷകൻ എന്ന് പറയാം. അത് രക്ഷിച്ചത് കൊണ്ടുപോലും അല്ലെന്ന്. എനിക്കൊരാപത്ത് വന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞിടയ്ക്ക് സുഖമില്ല കിടക്കായിരുന്നു. നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചെനിക്ക് വേണ്ടി. എനിക്ക് രക്ഷയും വിടുതലും ഒക്കെ കിട്ടി. 90 ദിവസം ഈ വായെല്ലാം കോടിയിട്ട് ഞാൻ ഏതാണ്ടൊക്കെ സംസാരിക്കുമെന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഇത്ര വാശി കയറിയപ്പോൾ എനിക്ക് ഉള്ളിൽ ബോധമുണ്ട്. ഇതെല്ലാം കൂടെ വന്നപ്പോൾ കമൻറ്റ് ഉറത്ത് ബഹളം, മൗനിൻ്റെ റിപ്പോർട്ട് ഇടയ്ക്കിടയ്ക്ക് തരുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു വാശി. എന്നാന്ന് നോക്കിയിട്ടുള്ളൂ, പ്രാർത്ഥിച്ചു. എനിക്ക് 2 ദിവസത്തിനുള്ളിൽ എഴുന്നേക്കാൻ പറ്റി. 3-ാം ദിവസം വീട്ടിൽ വന്ന് ഞാൻ ലൈവ് ചെയ്തു. പഴയ പോലെ കുഴഞ്ഞ വാ കൊണ്ട് 24 മണിക്കൂർ നിന്ന് നമുക്ക് മാറ്റം ഉണ്ടായി. ഇനി മറുവശം പറയാം. നാളെ ഒരിക്കൽ ഇതിനാൽ നമ്മൾ മരിച്ചു പോയേക്കാം, അങ്ങനെ കിടന്നേക്കാം. എനിക്കതിൽ പരാതിയും പരിഭവമൊന്നുമില്ല, ഇപ്പോഴും ഇല്ല. എന്താ കാര്യം? ദൈവത്തിൻ്റെ ഹിതം. അപ്പോൾ ഈ രക്ഷ എനിക്ക് തന്നുകൊണ്ടല്ല യേശുവിൻ്റെ രക്ഷകനായത്. പിന്നെന്തുകൊണ്ടാണെന്നൂടെ ഞാൻ പറഞ്ഞുതരാം. രക്ഷകനെന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ആളല്ലെന്ന്, രക്ഷിക്കണമെന്ന് നിർബന്ധമില്ലെന്ന്. പിന്നെ അങ്ങനെ രക്ഷകനാന്ന് പറയാം. എൻ്റെ മൂത്ത മോൾ ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വേറെ കോഴ്സ് പഠിക്കുക. അവളൊരു 8-ലോ 9-ലോ കണ്ട് പഠിക്കുന്ന സമയത്ത് ഈ അസംബ്ലിയിൽ, സ്കൂൾ അസംബ്ലിയിൽ കണ്ട് തലറങ്ങി വീണു. അവളാകെ വിഷമിച്ച് അവളെ അകത്ത് കൊണ്ടുപോയി. അവർ വേണ്ട ചായയും കെയറൊക്കെ ചെയ്തു. അല്പം കഴിഞ്ഞ് മിസ് എന്നെ വിളിച്ചു, പാസ്റ്റർ പെട്ടെന്നൊന്ന് വരണം. കുഴപ്പമൊന്നുമില്ല, അവൾക്ക് പാസ്റ്ററെ കാണണം എന്നൊക്കെ പറയുന്നു. ഞാനെങ്ങാണ്ടൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പില്ല. പക്ഷേ ഇത് കേട്ടുകൂടി അണച്ചവിടെ ചെന്നപ്പോൾ അവിടെ ഒരു കുഴപ്പമില്ല. അവളെൻ്റെ കൂടെ വന്നു. മിസ് പറഞ്ഞു, ഇന്ന് വരുവാണെങ്കിൽ കൊണ്ടുപോക്കും, അതിൻ്റെ കാര്യമൊന്നുമില്ല. ഇവിടെ നിന്നപ്പോൾ ഉണ്ടായ ചെറിയ തലച്ചുറ്റില്ല. അവളെന്നെ കണ്ടതും അവൾ നോടി വന്ന് ഈ നെഞ്ചിലേക്ക് ചാരി. ഒരു കാര്യം പഠിച്ചോ, വീണ കൊച്ചിനെ താങ്ങിയെടുക്കാൻ ഞാനവിടെ ഉണ്ടായില്ല. ചായ ഉണ്ടാക്കി കൊടുത്തതും ഞാനല്ല, അടുത്തിരുന്ന് ആശ്വസിപ്പിച്ചത് വേറെ ആൾക്കാരാ, മിസ്സും അവിടെ വേണ്ടപ്പെട്ട ജീവനക്കാരും ഒക്കെയാ. ഇങ്ങനെ ഒരു ഉപകാരവും ചെയ്യാത്ത എന്നെ കണ്ടപ്പോൾ അവൾ ഓടി വന്ന് എൻ്റെ മാറിച്ചാരി. എന്തിനാ? ഞാനാ രക്ഷകൻ, അവരല്ല. പിടിയോ? അവരല്ല രക്ഷകൻ, അവിടെ രക്ഷകൻ ഞാനാ. അതാ രക്തത്തോട് പറയും, ഇതാണ് എൻ്റെ രക്ഷകൻ. ഈ തിരിച്ചറിവുള്ള ഒരുവനും യേശുവിനെ വിട്ടു പോവില്ല. ഹല്ലേലൂയ.
അവനെ നോക്കി നമുക്ക് പറയാം, അങ്ങാണെൻ്റെ രക്ഷകൻ. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി വരട്ടെ, രോഗം വരട്ടെ, മരണം മുമ്പിൽ വരട്ടെ, ഒരു വിടുതലയില്ലെന്ന് കുട്ടിക്കൂ, അപ്പോഴും ഭക്തൻ പറയണം, നീയാണെൻ്റെ രക്ഷകൻ, അങ്ങേ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറില്ല. ഹല്ലേലൂയ. ഇപ്പം രക്ഷകൻ എന്താണെന്ന് മനസ്സിലായില്ലേ? അല്ല, ഇവരീ പറയുന്ന സംഭവമൊന്നുമല്ല. നമ്മളെ ലോട്ടറി അടിപ്പിച്ച് കോടീശ്വരനാക്കി ഇവിടുത്തെ പ്രധാനപ്പെട്ട കെട്ടിടമൊക്കെ നീ വാങ്ങാൻ പോവാ മകനെ, പോ മകനെ എന്ന് പറഞ്ഞേക്കണം. മനസ്സിലായില്ലേ? ഇതൊന്നുമല്ല രക്ഷ. രക്ഷ ആത്യന്തിക രക്ഷയാണ്. ആത്യന്തിക രക്ഷ. സ്തോത്രം. അതാണ് സോറ്റീരിയ. അവനിലാണ് നമ്മുടെ അഭയം. അതാണ് കർത്താവ്. അപ്പം മനുഷ്യനായിട്ട് നമ്മുടെ കർത്താവ് വന്നു. അതും കൂടെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ ഏതാണ്ട് ആ ഉത്തരം പൂർണ്ണമാകും. ബാക്കി നാളെ രാത്രിയിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം ഇതിൻ്റെ ബാക്കി. പകൽ വേറെയാണ് സംഭവങ്ങൾ. അപ്പോൾ അടുത്തൊരു കാര്യം, ഈ കർത്താവിൻ്റെ ദൈവത്വവും മനുഷ്യത്വത്തിൻ്റെ ആവശ്യകത മനസ്സിലായോ? എന്തിനായി മാറി മാറി ദൈവത്വവും മനുഷ്യത്വവും വരികയല്ല, ഒരേ സമയം ദൈവത്വം ഉണ്ട് മനുഷ്യത്വം ഉണ്ട്. പക്ക മനുഷ്യത്വ യേശുവിലുണ്ട്. സമ്പൂർണ്ണ മനുഷ്യൻ, സമ്പൂർണ്ണ ദൈവം. ഒരാൾ നമ്മോട് പറയുക മനുഷ്യനേ അല്ല സമ്പൂർണ്ണ ദൈവം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കല്ലേ. ക്രൂശീകരണത്തിനെ എതിർക്കുക അവൻ. ക്രൂശീകരണത്തെ ഒരുത്തിന് എതിർത്ത അതിൻ്റെ അർത്ഥം സോറ്റീരിയ, രക്ഷയ്ക്ക് അവൻ എതിരാ. ക്രൂശീകരണം നമ്മുടെ രക്ഷ. ഒരാൾ പറയുക സമ്പൂർണ്ണ മനുഷ്യനാ ദൈവം അല്ലെന്ന് പറഞ്ഞാൽ അവൻ വചനത്തെ നിഷേധിക്കുക. അപ്പോൾ നമുക്ക് തോന്നും ഇവർ രണ്ടും കൂടെ എങ്ങനെ ഒരാളിൽ സമന്വയിക്കും? അത് നമ്മളെ വെച്ച് അവരെ വിലയിരുത്തിക്കൊണ്ട് പറ്റിയതാ യേശുവിനെ? പറ്റില്ലേ? അതിലേക്ക് തന്നെ വരാം. കർത്താവിനെക്കുറിച്ച് ഫിലിപ്പിലേനും പറയാം, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസ്യരൂപം എടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, ക്രൂശിലെ മരണത്തോളം പിതാവിൻ്റെ മുമ്പിൽ അനുസരണയുള്ളവനായി തീർന്നു. അവിടെ തീർന്നില്ല. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകലനാമത്തിനും മേലായ നാമം നൽകി ആദരിച്ചു. അതുകൊണ്ട് യേശുക്രിസ്തു എന്ന പേര് കേൾക്കുമ്പോഴൊക്കെ സകല മുഴങ്കാലും മടങ്ങുന്നു. ഇനി ഒന്ന്, പിശാചിന് ഏറ്റവും പേടി യേശു എന്ന മനുഷ്യനെ ആയിരുന്നെന്ന്. കാരണം അടി കിട്ടുമെന്ന് ഉറപ്പായി. ഞാനൊരു മറുവശമുണ്ട്. നമ്മൾ ഇന്നും പിശാചുക്കളെ ശാസിക്കുമ്പോൾ ഉപയോഗിക്കുന്ന അഡ്രസ്സ് കേട്ടിട്ടുണ്ടോ? ലോക്കൽ അഡ്രസ്സാണ്. നസ്രയനായ യേശു. അല്ല സ്വർഗത്തിലെ ദൈവമായ യേശു എന്നൊന്നുമല്ല പറയുന്നത്. ലോക്കൽ അഡ്രസ്സ് വെച്ച് അവനിട്ട് ഇപ്പോഴും അടിക്കുന്ന പേടി വരും. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. എന്താ കാര്യം? പറഞ്ഞ മനുഷ്യനായി വിളങ്ങിയതിൻ്റെ പ്രത്യേകതയാണ്. വ്യക്തത തോന്നോ? ഇനി മറ്റൊരു ഉത്തരം കൂടി അതിന് പറയാം. ദൈവം സർവശക്തൻ, സർവജ്ഞാനി, ആ ഗുണങ്ങളെല്ലാം ഇൻഫിനിറ്റ് ആണല്ലോ. നമ്മളോ അതിൻ്റെ ഘടക വിപരീതം അപ്പുറത്താണ്. നമുക്ക് ഈ കഴിവൊന്നുമില്ല. കൃപയാൽ കിട്ടുന്നതേ നമുക്കുള്ളൂ, അല്ലേ? സൂര്യനിൽ നിന്ന് ചന്ദ്രൻ എങ്ങനെ പ്രകാശം ഉൾക്കൊണ്ടോ ഇതുപോലെ ലിമിറ്റഡാണ് നമ്മൾ, അല്ലേ? അപ്പോൾ ദൈവത്തിങ്കൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ദൈവവും മനുഷ്യനും തമ്മിൽ അടുക്കുക പാട്. കാരണം ഞാൻ ദൈവത്തെ തിരക്കി അങ്ങോട്ട് ചെല്ലും തോറും ദൈവം എനിക്ക് പ്രാപ്യമല്ലാത്ത അകലത്തിലാണ്. പറ്റുന്നില്ല. ദൈവം എന്നിലേക്ക് വന്നാലോ ഞാൻ പറ, അയ്യോ വേണ്ട, ഞാൻ പാപിയായൊരു മനുഷ്യൻ, നിനക്കെൻ്റെ കൂടെ സഹകരിക്കാൻ പറ്റില്ല, കുറവ്, ഒത്തിരി കുഴപ്പമുണ്ട്, അശുദ്ധനായൊരു മനുഷ്യൻ, അശുദ്ധിയുള്ള മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്നു, അയ്യോ വരരുതേ. പോകും നമ്മൾ അങ്ങോട്ട്. യോജിക്കാൻ പറ്റുമോ? ഇല്ല. ഈ തർക്കം ഇങ്ങനെ തുടർന്നാൽ എത്ര നാൾ പറ്റും? ഇങ്ങനെ വരുമ്പോൾ ഒരു ഉദാഹരണം പറയാം. ഈ കോടതിയും ഗവൺമെൻറ്റും തമ്മിൽ ചിലപ്പോൾ നല്ല കലഹമാണ് ചില വിഷയത്തിൽ. അപ്പോൾ കോടതിക്ക് വികാരത്തിൻ്റെ ഭാഷയോ ശൈലിയോ പറ്റിയല്ല. കോടതി ഇരിക്കുന്നത് നിയമം പാലിക്കാനാണ്. അതിനാ കണ്ണുമൊക്കെ മൂടിക്കെട്ടി ധാരാ മുമ്പിൽ നിൽക്കുന്ന അറിയണ്ട, കനം കൂടുതൽ എവിടെ, കുറവ് എവിടെയെന്ന് കോടതി പറയും. അതിനാണ് ആ സ്റ്റാച്യു ഉണ്ടല്ലോ,
ആ നിൽക്കുന്നതിനാ മുമ്പിൽ നിൽക്കുന്ന ആരെന്നറിയണ്ട, കണ്ണില്ലെന്നവിടെ. ഗവൺമെൻറ്റാണോ പോലീസാണോ അറിയണ്ട. അതവിടെ നിന്ന് നമ്മൾ പറയുമ്പോൾ കോടതിയൊന്നുമില്ല, പക്ഷെ അങ്ങോട്ട് കയറുമ്പോഴേ കണ്ടില്ലേ പുരട്ചി തലൈവിയൊക്കെ തലയിറങ്ങി വീണ കണ്ടോ? സംഗതി ചെറുതാ. ഒരു സാധാരണ CJM കോടതിയിൽ നിന്നൊരു മൊഴി ഒരു പരാമർശം വരുമ്പോഴേക്കും മന്ത്രിസഭ രാജിവെക്കുന്നുണ്ടോ മന്ത്രി? എന്താ കാര്യം? അതാണ് നീതിന്യായ വ്യവസ്ഥയുടെ കട്ടി. ഇനി സർക്കാരിനെ കുറ്റം പറയാൻ പറ്റുമോ? ഇപ്പോൾ ഒരു 14 വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകുന്നൊരു കേസ് വരിക. യൂണിവേഴ്സിറ്റിയുടെ ഇന്ന കോഴ്സിന് അംഗീകാരമില്ല, ഇതെല്ലാം അങ്ങ് പഠിച്ചു. UGC പറഞ്ഞത് ഇന്ന കുഴപ്പം ഇതിനുണ്ട്. അപ്പം ന്യായം കോടതി പരിശോധിക്കുമ്പോൾ നിയമം UGC പറഞ്ഞാൽ ശരി, പക്ഷെ 16 പിള്ളേരുടെ ഭാവി പോവുക. ആകെ വിഷയം. ഇവരെ ശിക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? നടത്തിപ്പുകാരെ വല്ലതും ഇല്ല. ഈ പിള്ളേരെന്ത് ചെയ്യും? അതുകൊണ്ട് ഗവൺമെൻറ് പറയുക, ബഹുമാനപ്പെട്ട കോടതി, ഒരു ദയ. ഇവിടെ ദയയല്ല പ്രശ്നം, നിയമമാണ്. UGC കൈമലർത്തി. അടി ഇങ്ങനെ നടക്കുമ്പോൾ പരിഹാരമില്ല. പരിഹാരം വരാൻ അവസാനം കോടതി ഒരു കാര്യം എടുത്തു. സർക്കാരിനും കോർട്ടിനും ഇങ്ങനെ പല കേസുകളിൽ തർക്കം നോക്കുമ്പോൾ പരിഹരിക്കാൻ ഒരു സംവിധാനം ഉണ്ട്. അമിക്കസ് ക്യൂറി വായിച്ചിട്ടില്ലേ? അമിക്കസ് ക്യൂറി ഏർപ്പെടുത്തി. എന്താ അമിക്കസ് ക്യൂരിയുടെ പ്രത്യേകത? ഈ വരുന്ന ആൾ ആരാന്നറിയണ്ടേ? ഒത്തിരി കേസുകളിൽ വിധി പറഞ്ഞ് ശീലമുള്ള ഒരു ജഡ്ജോ ഒരു സീനിയർ വക്കീലോ. കോടതി അറിയാം, നിയമം അറിയാം, നിയമത്തിൻ്റെ ഭാഷ അറിയാം, അതിൻ്റെ ശൈലി അറിയാം. അപ്പം തന്നെ സർക്കാർ അകപ്പെട്ട വിഷമവൃദ്ധം അറിയാം, കുഞ്ഞുങ്ങളുടെ ഭാവിയെപ്പറ്റി അറിയാം, ആ കുഴപ്പങ്ങളെല്ലാം അറിയാം. ഇവർക്കിടയിൽ നിന്ന് നിയമപരിരക്ഷ കുഞ്ഞുങ്ങൾക്ക് നൽകത്തക്ക വിധം സർക്കാരിനോടും അതുവരെ വിധി മരവിപ്പിച്ച് ഇവർ പഠനം തുടരട്ടെ എന്ന് കോടതിയോടും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെങ്കിൽ ഈ വന്നിരിക്കുന്ന അമിക്കസ് ക്യൂറിക്ക് 2 യോഗ്യത വേണം. ഒന്ന് കോർട്ടിൻ്റെ ആളായിരിക്കണം, കോർട്ടിന് ഉറപ്പ് വേണം. 2 എൻ്റെ ബലഹീനത അറിയണം, എൻ്റെ കുഴപ്പം അറിയണം, എന്നോട് സഹതാപം തോന്നണം. ഇങ്ങനൊരു മധ്യസ്ഥനാണ് നമുക്കുള്ളത്. ഒരേ സമയം അവൻ കോടതിയാണെന്ന്, അവൻ ദൈവമാണെന്ന്, ദൈവത്തോട് സമത്വമുള്ളവനാണെന്ന്. ആ സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ഞാൻ പൊടിയെന്നറിഞ്ഞ് എൻ്റെ ബലഹീനതകളിൽ പക്ഷം തീർന്നിട്ട് പ്രായച്ചിത്തമായി ദാ പിടിച്ചോ, അവനെന്ത് തെറ്റ് ചെയ്തു, പ്രായച്ചിത്തമായി കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം, നിഷ്കളങ്ക രക്തം, നിർദോഷ രക്തമുറ്റി എൻ്റെ പെനാൽറ്റി മുഴുവൻ അടച്ചിട്ട് എന്നെ സ്വതന്ത്രനാക്കി വിട്ടവൻ. ഇതാണ് യേശുക്രിസ്തു. അല്ല ചുമ്മാ ഇരിക്കട്ടെ ഒരു തൃത്വമെന്നും പറഞ്ഞ് സങ്കീർണമായ കുറേ കാര്യം മനുഷ്യൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഗതി ഒന്നല്ലെന്ന്. ഇത് ഗോഡ്സ് ഓൺ പർപ്പസ്, നിത്യതയിലെ ദൈവത്തിൻ്റെ പദ്ധതി. കാലസമ്പൂർണതയിൽ ദൈവത്തിൻ്റെ പുത്രൻ ജഡത്തിൽ വരണം, തകർന്നുപോയ മനുഷ്യരാശിയെ പിതാവിനോട് ചേർക്കണം. അങ്ങനെ ഗഹനമാണ് ക്രിസ്ത്യൻ തിയോളജി. സ്തോത്രം. ഇപ്പം പുത്രൻ്റെ മനുഷ്യത്വം ദൈവത്വം അതിൻ്റെ ഉദ്ദേശവും പിടികിട്ടിയോ? എന്തിനായിരുന്നു എന്നൊക്കെ. അല്ല ചുമ്മാ ഇരിക്കട്ടെ എന്നോർത്ത് ചെയ്തല്ല. ഏതായാലും നമ്മൾ പിരിയുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പോകും. തിരുവെഴുത്ത് പറഞ്ഞവയുടെ ആഴവും പരപ്പും അതിൻ്റെ പൊരുളും എത്ര ആധികാരികമാണ് പ്രിയപ്പെട്ടവരെ, എത്ര സമഗ്രമാണ്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഏകനെന്ന് ഉൽപ്പത്തിയിൽ കണ്ടു, ആവർത്തനത്തിൽ കണ്ടു. യോഹന്നാൻ പറഞ്ഞ ഏകനല്ലെന്ന്. അതിൽ വൈരുദ്ധ്യമില്ലാത്ത എന്തുകൊണ്ടാണ്? കളക്റ്റീവ് വൺ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകസത്യ ദൈവം. എൻ്റെ മറുവശം ഇപ്പോൾ ഉരുത്തിരിയാകുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ ബൈബിൾ എടുത്താൽ, ഈ അപ്പോസ്തല പ്രവൃത്തി എടുത്താൽ അവിടെ എല്ലാം കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു, യേശുവിൻ്റെ നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിച്ചു. നമ്മൾ എന്തിനാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക? ഈ ചോദ്യം കേട്ടിട്ടില്ലേ? നമ്മൾ ചോദിക്കും, ബൈബിളിൽ എവിടെങ്കിലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരു സ്നാനം നടന്നായിട്ട് പറയാമോ? അപ്പോൾ അവരാരും പറയും യേശുവിൻ്റെ നാമത്തിൽ സ്നാനം നടന്നതിന് ഒത്തിരി തെളിവ് തരാം. പിന്നത്തെ ഉത്തരവാദി കേട്ടു. നമ്മൾ എന്ത് പറഞ്ഞ് സ്നാനം നടത്തുന്നു എന്നതിലല്ല, എന്ത് ഉൾക്കൊണ്ടു എന്നതാണ്. സ്നാപകൻ ആ പറയുന്ന ശൈലി നമ്മളിന്ന് ആ പറയുന്ന രീതിയൊക്കെ ആണോ 1-ാം നൂറ്റാണ്ടിലെന്ന് ഓർക്കണം. നമ്മളീ പറയുന്നത് തന്നെ
ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല തണുപ്പുള്ള വെള്ളത്തിൽ രാവിലെ ഇറങ്ങി നിന്നിട്ട് വെള്ളത്തിൻ്റെ തണുപ്പും നമ്മുടെ വൈബ്രേഷനും എല്ലാം കൂടെ കൂടി മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഇങ്ങനെ പണ്ട് ചോദിച്ച് കേട്ട ഒരു മനുഷ്യൻ ഇത് തീരാറ കർത്താവായ യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്ന പുള്ളി നടുങ്ങിയിട്ട് പിന്നെ ഒന്നുകൂടെ പറയേണ്ടി വന്നു. സിമ്പിളായിട്ട് അപ്പോൾ ആചാര്യൻ വൈ ഡു യു വാണ്ട് ടു ബി ബാപ്റ്റൈസ്, എന്തിനാണ് സ്ഥാനപ്പെടുന്നത്? സാഹിബ് ഇത്ര ചോദിക്കുകയുള്ളൂ. കർത്താവായ യേശു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിച്ചു. പുള്ളി പറയും ഇൻ ദ മാച്ച്ലെസ് നെയിം ഓഫ് ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ് ഐ ബാപ്റ്റൈസ്ഡ് യു. ഇങ്ങനെ പറഞ്ഞ് ആശീർവദിച്ച് കയറ്റിവിടും. നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇല്ല അതങ്ങനെ വേണം, അങ്ങനെ ഇരിക്കട്ടെ, സ്നാനമല്ലേ അതിൻ്റെ ഒരു അരങ്ങൊക്കെ ഇരിക്കട്ടെ, തെറ്റാന്നല്ല ഈ പറഞ്ഞ്. അപ്പം ഇത് നമ്മുടെ മനസ്സിരിക്കുന്നത് ഈ 3000 പേരെ നിർത്തിയിട്ട് മാനവജോ ഇങ്ങനെയൊന്നും പത്രോസ് വെച്ചില്ല. അപ്പോൾ അവിടുത്തെ അർത്ഥം പിതാവാര് പുത്രനാര് പരിശുദ്ധാത്മാവ് ആരെന്ന് സ്നാനപ്പെടുന്ന ആളിനും പിടികിട്ടി, പെടുത്തുന്ന ആളിനും പിടികിട്ടണം. അത് അനുഭവിക്കുകയും വേണം, പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ, അല്ലേ? അപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ എന്തുകൊണ്ട് യേശുവിൻ്റെ നാമം എന്ന് കണ്ടു? കാരണം പറയാം. യേശു ക്രിസ്തുവിൻ്റെ നാമം ഒന്നാണ്. എന്താ കണ്ടെന്നറിയണ്ടേ? ഈ അപ്പോസ്തല പ്രവൃത്തി ഒരു നരേഷൻ, ഒരു ഹിസ്റ്ററിയാണ്. അപ്പോൾ സഭാചരിത്രം ഹിസ്റ്ററി PG ഒക്കെ ചെയ്തവർക്കറിയാമല്ലോ. ഈ ഇത് ലൂക്കോസ് എഴുതിയ അപ്പോസ്തല പ്രവൃത്തിയും ലൂക്കോസിൻ്റെ സുവിശേഷവും ഒക്കെ ഹിസ്റ്ററി ആയിട്ട് നമുക്ക് സെക്കുലർ ഹിസ്റ്ററി പഠിക്കാനുണ്ട്. ഓക്കെ, യൗസേബിയസ്, ലൂക്ക്, യൗസേബിയസ്, സോക്രട്ടസ്, മറ്റേ നമ്മുടെ സോക്രട്ടീസ് അല്ല, സഭാചരിത്രകാരനായ സോക്രട്ടീസ്, ഇങ്ങനെ ഹിസ്റ്റോറിയൻസ് ഒത്തിരിയുണ്ട്. അതിൽ ലൂക്കോസ് എഴുതിയ അപ്പോസ്തല പ്രവൃത്തിയെ വളരെ ഗൗരവത്തിലാണ് മതേതര ചരിത്രത്തിൽ പോലും പരാമർശിക്കുന്നത്. അപ്പം ചരിത്രത്തിൻ്റെ പ്രത്യേകത എന്താ? അത്യാവശ്യം സംഗതികളുടെ നക്ഷൽ അതാണ് എഴുതുന്നത്. അല്ല അതേപടി എഴുതുമോ? പോലീസ് മഹസർ എഴുതുന്ന പോലാണോ ചരിത്രം എഴുതുന്നത്? ആണോ? ശ്രദ്ധയിൽപ്പെട്ട. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റ് സ്നാനങ്ങളിൽ നിന്ന് വിഭിന്നമായി യേശു പഠിപ്പിച്ച സ്നാനം. യേശു പഠിപ്പിച്ച ഒറ്റ സ്നാനമേ ഉള്ളൂ, മത്തായി 28:19. അതാ മേജർ ടെക്സ്റ്റ്. വാക്കുകൾ തെറ്റാത്ത യേശു. ഇനി മറ്റൊന്നുകൂടി പറയാൻ, ജീവിതത്തിൽ ഒരിക്കലും അഭിപ്രായം പറയാത്തവനാണ് യേശു. യേശു ഒരു അഭിപ്രായം പറഞ്ഞ് കാണിക്കുക എവിടെയും. എൻ്റെ അഭിപ്രായം നോ നെവർ, ഊവ എന്നും ഇല്ല എന്നും പറഞ്ഞ യേശു. തീരുമാനം പറയുന്നെന്ന് അല്ല, ഇതെൻ്റെ അഭിപ്രായം, ഞങ്ങൾ വേണേൽ ചെയ്താൽ മതി എന്നൊന്നും അല്ലെന്നേ. ആ യേശു പറഞ്ഞ മേജർ ടെക്സ്റ്റ് കിടക്കുക. അതിൽ പറയുന്നത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. അങ്ങനെ സ്ഥാനപ്പെടുത്താൻ ഈ ടെക്സ്റ്റ് കേട്ടവന് സംശയം വല്ലതും ഉണ്ടോ? അവരങ്ങനെ ബാപ്റ്റൈസ് ചെയ്തേ. അത് രേഖപ്പെടുത്തുമ്പോൾ എങ്ങനെ വന്നു? യേശുവിൻ്റെ നാമം. ഇനി ഫാദറായിട്ട് വല്ലതുകൊണ്ട് നമ്മുടെ ചോദ്യമൊക്കെ ചോദിക്കാവുന്ന വേളയിൽ ചോദിക്കാം. ഇതിനൊക്കെ കൃത്യം ഖണ്ഡനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ട്രിനിറ്റിയെ പറ്റിയും ഇതേപ്പറ്റിയും പരമ്പര തന്നെ ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാകും ചിലരത്. അതിലിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചോദ്യം ചോദിച്ച് ഉത്തരം പറയുന്ന കാര്യങ്ങൾ കിടപ്പുണ്ട്, കണ്ടാൽ മതി, നീട്ടണില്ല. അതിൽ ഇന്ന് പിരിയുമ്പം ഒന്ന് മനസ്സിലാക്കിയോ, യേശുവിൻ്റെ ദൈവത്വം, യേശുവിൻ്റെ മനുഷ്യത്വം, ഇത് കൂടിക്കലർന്ന ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരേ ഒരു വ്യക്തിത്വം നമ്മുടെ കർത്താവാണ്. അങ്ങനെ വേറെ ആരുമില്ല. അതിന് ഒരു കാര്യമുണ്ട്. നമ്മുടെ കൊലോസ്യർക്ക് ലേഖനം എഴുതുന്ന കാലത്ത് ഈ കൊലോസ്യ സഭയിലേക്ക് കുറേ ആളുകൾ ചേർന്നു. അതും ഗ്രീക്കുകാരൊക്കെ. ഈ ഗ്രീക്കുകാർ വന്നാൽ ഇവരൊരു പ്രത്യേകത, ഇവർ 2-3 കാര്യങ്ങളിൽ വളരെ പ്രഗത്ഭരാണ്. 1 മാത്തമാറ്റിക്സ്, 2 ഫിലോസഫി, 3 ഡ്രാമ, 4 പോയട്രി, 5 വൈദ്യശാസ്ത്രം. ഓക്കെ, അപ്പോൾ ആരോഗ്യം, വൈദ്യം, ഇതെല്ലാം അവിടെ നിന്ന് വന്ന ആരോഗ്യരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന പല ഡോക്ടർമാരോ നേഴ്സുമാരോ ഒക്കെ ഇവിടെ ഉണ്ട്. ഓർത്തോണം, ആരംഭിച്ച ഇവിടുന്ന ഗ്രീസിൽ നിന്ന്. അതെ, നിങ്ങൾ പറയുന്ന പലതും ഗ്രീക്ക് ബൈബിളിലും ഒക്കെ ഉള്ളതാണ്. നെഫ്രോളജിയിലായിരുന്നു കുഞ്ഞിന് ഡ്യൂട്ടി. നെഫ്രോൺ അത് ഗ്രീക്കിലുള്ള ബൈബിളിലുള്ള. ഞാൻ നിൻ്റെ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്ന ദൈവം ഗ്രീക്കിൽ കിടക്കുക. എനിക്ക് നിൻ്റെ നെഫ്രോണും അറിയാം, കാർഡിയായും അറിയാം.
നെഫ്രോൺ, കാർഡിയ. ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയി. ഗുനൈ, അതിൽ നിന്ന് ഗൈനക്കെന്ന പദം ഉണ്ടാകുന്നത്. യേശു തൻ്റെ അമ്മ വിളിച്ചു, ഗുനൈ, എനിക്കും നിനക്കും തമ്മിൽ എന്ത് സ്ത്രീയേ. അതാ ഗുനൈ. കേട്ടല്ലോ? ഇവർ വലിയ ജ്ഞാനികളാണ്. ഇവർക്ക് നാടകം വളരെ പ്രിയ. ഹോമറുടെ ഇലിയഡ് ഒഡീസിയൊക്കെ ഉണ്ടായ സ്ഥലമാണ്. വളരെ രസകരവരെ പറ്റി പഠിക്കുന്നത്. ഗണിതം, വളരെ വിജ്ഞാനികളാണ് അവർ. അപ്പോൾ ഇവരുടെ നാട്ടിൽ നിന്ന് വന്ന കുറേ വിശ്വാസി സഭയിലുണ്ടേലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഭയങ്കര പാടാണ്. നോളജ് കൂടുതലാണ്. യവനൻ ജ്ഞാനം അന്വേഷിക്കുമെന്ന്. ഇവൻ വന്നൊരു അപകടം ഉണ്ടാക്കി. ഇവൻ്റെ ലോജിക്ക് ഇതിനകത്ത് കലർത്തിയിട്ട് പറഞ്ഞു, യേശു ദൈവമാണെങ്കിൽ പിന്നെ മനുഷ്യനാനൊക്കത്തില്ല. ഈ മനുഷ്യനാണോ പിന്നെ ദൈവമാകാനും പറ്റില്ല. ആരാ? നീയാണോ തീരുമാനിക്കുന്നത്? എൻ്റെ ലോജിക്കല്ല തീരുമാനിക്കുന്നത്. ദൈവം തീരുമാനിച്ചാൽ അത്രേ ഉള്ളൂ. നിൻ്റെ ലോജിക്ക് ലിമിറ്റഡാണ്. ദൈവത്തിൻ്റെ ലോജിക്കാണ്. സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമാണോ എന്ന ചിന്തയ്ക്ക് മറുപടി പറഞ്ഞു. യേശു ആരാണ് എന്നതിന് പറഞ്ഞു. കർത്താവ് ഭൂമിയിൽ പ്രത്യക്ഷനായപ്പോൾ ശരീരമില്ലായിരുന്നു. ഞാൻ പറഞ്ഞെന്നല്ല, പിന്നെ ആരാ? കൊലോസിയിലെ ആൾക്കാർ. എന്നിട്ട് അവർ പറഞ്ഞു, കർത്താവ് ഇങ്ങനെ നടന്നൊക്കെ പോകുമ്പോൾ ശരീരമുള്ളതുപോലെ നമുക്ക് തോന്നിക്കും, പക്ഷേ ശരീരമില്ല. ലൈക്ക് എ ഗോസ്റ്റ്. ഓക്കെ, നടന്നൊക്കെ പോകുമ്പോൾ ശരീരമുള്ള പോലെ തോന്നിക്കും, പക്ഷേ ശരീരമില്ല. യേശു പാലസ്തീനിൽ കൂടെ നടന്നാൽ മണലിൽ ആ കാൽപാദം പതിയില്ല, കാരണം ശരീരമില്ല. അടച്ചിട്ട മുറിയിൽ യേശു വന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു, കാരണം ഇത് സ്പിരിറ്റാണ്. ചുംബിക്കുകയും ചെയ്യും, നമുക്ക് കൈയൊക്കെ തരും, പക്ഷെങ്കിൽ ശരീരമില്ല. ആര് പറഞ്ഞു? കൊലോസിയിലുള്ളവർ. കേൾക്കുന്നുണ്ടോ? ഇതിൻ്റെ പേരാ കൊലോസ്യൻ ഹെറസി. കൊലോസിയിൽ രൂപപ്പെട്ട ദുരുപദേശം. അതിൻ്റെ ഉച്ചിക്കടിക്കുക പൗലോസ്. ഗലാത്യയിലും ഉണ്ടായി ചില പ്രശ്നങ്ങൾ. അതാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് വിളിക്കുന്നത്. കാരണം യേശു മനുഷ്യത്വം ഇല്ല എന്ന് പറഞ്ഞാൽ ക്രൂശീകരണം നടന്നില്ലെന്ന്. ഗലാത്യയിലും ഇങ്ങനെ പറഞ്ഞപ്പോൾ ചോദിക്കുക, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി കൺമുമ്പിൽ വരച്ച് കാണിച്ചിരിക്കെ ഏതോ തത്വജ്ഞാനി വന്ന് എന്തോന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട് പോവാണോ? യേശു ക്രൂശിക്കപ്പെട്ടു, അതിന് മനുഷ്യത്വം ഉണ്ടാകണം. എന്നിട്ട് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയാണ്, ആരാണ് ക്രിസ്തു? അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ, സകല സൃഷ്ടിക്കും ആദ്യജാതൻ. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം ഉളവായി. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. അതാണ് ക്രിസ്തു. സുന്ദരമായ വിശദീകരണം. ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. അതാണ് ക്രിസ്തു. വ്യക്തത വന്നോ? കാര്യം മനസ്സിലായോ? ഇപ്പം നാളത്തേക്കൊരു വർക്ക് കർത്താവായ യേശു പറഞ്ഞു. യേശുവിനെ പറ്റി പറയാ, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ, അത് എന്നാണെന്ന് നാളെ കണ്ടുപിടിച്ചുകൊണ്ട് വരണം. ചുമ്മാ നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്താ പറയുന്നു? അപ്പം നമുക്കിന്ന് സന്തോഷത്തോടെ പിരിയാം. ആലോചിച്ച് നോക്കി, യേശുവിനെ പറ്റി രണ്ട് വാക്ക് പറയുമ്പോഴേ എന്തൊരു ഊർജ്ജമാണ് ശരീരത്തിനും മനസ്സിനും ഒക്കെ, അല്ലേ? ഇതുപോലൊരു യോഗ്യനായവനെ അനുഗമിക്കാൻ കഴിഞ്ഞത് കൃപയൊന്നുകൊണ്ട് മാത്രം. ഈ പ്രാണസ്നേഹിതനെയാണ് നമ്മുടെ ജീവിതത്തിൽ പിതാവ് നമുക്ക് നൽകിയത്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. ക്രിസ്തുവിനോടുള്ള തികവാർന്ന സ്നേഹത്തിൽ സമുജ്വലം മുമ്പോട്ട് നീങ്ങാൻ ഇന്നത്തെ പഠനം സഹായകരമാകട്ടെ. നാളെയും നമുക്ക് കാണാം. ദൈവം അനുവദിച്ചാൽ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യമാകാം. ഇനി അതിന് അവസരമുണ്ട്. ക്യാരി ഓൺ. ആ ആ യാ ആ അതെ.
പറയാം. പറയാം. നമ്മൾ ഈ എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയുമല്ലോ, ഹാക്ക് ചെയ്യുന്നു അതറിയാമല്ലോ എന്ന് പറഞ്ഞല്ലേ, നമ്മുടെ ബുദ്ധിയോ തന്ത്രജ്ഞതയോ ഒന്നും പാപമായിട്ടല്ല ബൈബിൾ പറയുന്നത്, എത്തിക്കലായിരിക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഭാഗം. ഇനി ദൈവത്തിന് ഇത് ആവശ്യമെന്നുള്ള നല്ല പ്രബലമായൊരു ചോദ്യം. സത്യത്തിൽ നമ്മൾ കാണുന്ന ഒരു സ്ട്രാറ്റജി അല്ല കർത്താവ് പ്രയോഗിക്കുന്നത്. ഇവൻ അറിയേണ്ടത് ദൈവപുത്രൻ എന്നൊരു വിഷയത്തിലേക്ക് കേന്ദ്രീകരിച്ച് നിർത്തിയാൽ യേശു അവനെ സത്യത്തിൽ ഡിസ്ക്ലോസ് ചെയ്യുക ചെയ്യുന്നവൻ്റെ മുമ്പിൽ മനുഷ്യനെ ഞാൻ നീ ഉദ്ദേശിച്ച ആളാണെന്നാണ് സ്ഥാപിക്കുന്നത്. അതായത് ഇവന് പേടിക്കുന്നത് സ്ത്രീയുടെ സന്തതിയാണ്. യേശു പറഞ്ഞ സ്ത്രീയുടെ സന്തതിയെ ഞാൻ മനുഷ്യൻ. ദൈവമാണെങ്കിൽ അപ്പോഴൊക്കെ പറയും മനുഷ്യൻ മനുഷ്യൻ മനുഷ്യൻ. കൃത്യം അവന് പറഞ്ഞു കൊടുക്കുക, അവൻ്റെ മുമ്പിലാണ് അത് വെളിപ്പെടുത്തുന്നത്. ഇനി അടുത്ത ഈ ദൈവ വിഷയം പഠിച്ച് മനസ്സിലാക്കാനുള്ളതല്ല, നമ്മൾ പോലും ഇത് പഠിപ്പിക്കുകയല്ല, മറിച്ച് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഉള്ളതാണ് ഈ പറയുന്നത്, അല്ലാതെ ഉള്ളതിൽ നിന്നെടുത്ത് അതിനെ എക്സജസിസാണ് ചെയ്യുന്നത്. അല്ല പുതിയൊന്ന് ക്രിയേറ്റ് ചെയ്യല്ല, പുതിയൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, എക്സജറ്റിക്കലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നത് നിർണായക ഘട്ടത്തിലാണ്. കാരണം റെവലേഷൻ വഴി അറിഞ്ഞെങ്കിലേ നമ്മൾ നിലനിൽക്കൂ കർത്താവിനെ. അപ്പം അതിന് തെളിവ് പറയാം. നമുക്കിപ്പോൾ ബൈബിളൊക്കെ അറിയാം, പക്ഷേ രക്ഷിക്കപ്പെടേണ്ട അന്ന് ഇതുവല്ല അറിയോ? ഇത്രയും വലിയ കാര്യമൊന്നും അറിയില്ല, പക്ഷേ രക്ഷിക്കപ്പെട്ടില്ലേ? എന്തുണ്ടാ? ബൈ ഗ്രേസ്. ആ ഗ്രേസിനാൽ നമുക്ക് കിട്ടിയ ഒരു കൺവിക്ഷൻ, ചിലപ്പോൾ ഒരു രോഗശാന്തിയാകാം, ഒരു ദർശനമാകാം, വചനം പ്രസംഗിച്ചപ്പോൾ കിട്ടിയ ഒരു സ്പർശനമാകാം. ആ ബന്ധത്തിൻ്റെ തുടർച്ചയാണ് ആ റെവലേഷൻ. അങ്ങനെ നമ്മൾ ദൈവമക്കളാകുന്നത്. അതിനെ നമ്മൾ പിന്നീട് തിരുവചനത്തിൻ്റെ അകത്ത് ഒരു സ്ട്രക്ചറിനകത്ത് സംവിധാനം ചെയ്യുക പിന്നെ ചെയ്തേ. ഡിസിപ്ലിൻഡായ ഒരവസ്ഥയിലേക്ക് നമ്മളാകാൻ ആ തിരുവെഴുത്തിൻ്റെ കൂടെ യാത്ര ചെയ്തേ. അപ്പോൾ യേശു കർത്താവ് ഇനിയും ആ സ്ട്രാറ്റജി എന്ന പദത്തിലേക്കൂടെ വരാം. അതിന് നല്ലൊരർത്ഥമുണ്ടെങ്കിൽ പിശാച് എന്താ ചെയ്തേ? അയാൾ വന്നിട്ട് എത്രയോ തന്ത്രജ്ഞതയിൽ ഇടപെട്ടെ ആദമിൻ്റെ അടുത്ത്, അവയുടെ അടുത്ത്. ശ്രദ്ധിക്കണം, അത് ഉറങ്ങാതിരിക്കാനോട് പറയാം. ഈ പാമ്പ് വന്നിട്ട് സ്ത്രീയോട് എന്താ പറഞ്ഞേ? വാസ്തവമായിട്ട് ഇങ്ങനെ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴീ സ്ത്രീകളെ കാണുമ്പോൾ പാമ്പ് ഇതുപോലെ പറയാൻ ശ്രമിക്കുന്നുണ്ടോ? അതാണ് ഈ സ്ത്രീകൾ തുണികളൊക്കെ ഇടാനോ പണ്ടൊക്കെ ആണെങ്കിൽ അരയ്ക്കാനൊക്കെ ചെല്ലുമ്പോൾ പാമ്പ് ഇങ്ങോട്ട് നാക്കിട്ട് അടിക്കുന്നുണ്ടോ? ഇങ്ങനെ വെക്കുന്നുണ്ട്. എൻ്റെ അർത്ഥം എന്തൊക്കെയോ പറയണമെന്നുണ്ട്, ഇല്ലാമേ തിന്നേച്ച് പോക്കോളാൻ. ഇത് പറയാനാണ് ശ്രമിക്കുന്നത്, ശബ്ദം പുറത്തോട്ട് വരാത്തതാണ്. എന്തോ ഇനി പറയണമെന്നുണ്ട്, പക്ഷേ ഞാൻ സാറിനോടായിട്ട് പറഞ്ഞല്ലേ, ഇവരുറങ്ങാതിരിക്കാൻ പറഞ്ഞാണ് തിരിച്ചു വരാം. ഇവനൊരു തന്ത്രമെടുത്ത് സ്നേഹിച്ച് ഇന്നും പിശാച് തന്ത്രം എടുക്കുന്നത്. കാരണം പിശാച് ഒരിക്കലും സമ്മർദ്ദം ചെലുത്തിയല്ല. നമുക്കത് മനസ്സിലാത്ത ബൈബിളിൽ പിശാച് ഇടപെട്ട ഒരു മാന്യൻ്റെ രൂപത്തിലാണ്. തെറ്റ് മാന്യമായി വന്ന് ചെയ്യിക്കുക, അങ്ങനെയല്ലേ? ഹവയോട് തെറി പറഞ്ഞില്ല. ബൈബിളിലെ പിശാച് തെറിയേ പറഞ്ഞിട്ടില്ല, അപ്പനെ വിളിച്ചിട്ടില്ല, ഒരനാവശ്യവും പറഞ്ഞിട്ടില്ല. ഡീസൻ്റായിട്ട് ഇടപാട്, അല്ലേ? നിങ്ങൾ പറ, മോശപ്പെട്ട ഇടപാട്. ഇതുപോലെ എതിർ ക്രിസ്തുവും വരുന്നത് ഭീകരനായിട്ടൊന്നുമല്ല, എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരാളായിട്ട് വന്ന് നമ്മളെ കൊണ്ട് ചിരിച്ചുകൊണ്ട് തെറ്റിയിരിക്കുക. അപ്പം അവൻ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് യേശു ചെയ്യുന്നത്. മനസ്സിലായോ? പിടികിട്ടി ഈ പറഞ്ഞേ? അതിനൊരു തെളിവ് പറയാം. ആദ്യത്തെ ആദം എവിടെ ആയിരുന്നറിയണ്ടേ? പറുദീസയിൽ. അയാൾക്ക് ഭക്ഷണം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല, അയാൾക്ക് ഭക്ഷണം കഴിക്കാം. നിത്യതയിൽ നമുക്കങ്ങനെ മറഞ്ഞിരിക്കുന്ന മന്നയൊക്കെ ഉണ്ട്. അത് ഫുഡ് കഴിക്കുന്നതിനാണെന്നറിയോ? വിശപ്പിനല്ല, ടേസ്റ്റിനാണ്. വേണേ കഴിക്കാം, അല്ല വിശപ്പിനല്ല, വിശപ്പും ദാഹവും ഇല്ല, പക്ഷെ സ്വാദിന് കഴിക്കുന്ന ഭക്ഷണം അവിടെ ഉള്ളത്. ഏതെങ്കിലും ഇതുപോലായിരുന്നു, എല്ലാ സുഖസൗകര്യവും, ഭക്ഷണം വേണേ കഴിക്കുക, എൻജോയ് ചെയ്യാം. അവനെ വന്ന് പറ്റിക്കാമെങ്കിൽ, ആദമിനെ ഔവയും തോൽപ്പിക്കാമെങ്കിൽ, ദാണ്ടേ ഒടുക്കത്തെ ആദം, ആദ്യത്തെ ആദം തേജസ്സുള്ളവനായി മനോഹരമായ ഏദനിലായിരുന്നെങ്കിൽ, ഒടുക്കത്തെ ആദം എന്നെയും നിങ്ങളെയും പോലെ ദാസരൂപമെടുത്ത് 40 ദിവസം ഉപവസിച്ച് ഒരു മരുഭൂമിയിൽ കിടക്കുക, പണി എളുപ്പമായി. ഇങ്ങനെ കിടക്കുന്ന തന്നെ ഒരു സ്ട്രാറ്റജിയാണ്. നിൻ്റെ വല്യപ്പനെ തോപ്പിച്ചിട്ടാ ഞാൻ ഈ വരുന്നെന്നുള്ള അടവോടെ വന്നിട്ടാണ് ചോദിക്കുന്നത്. കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞുകൂടെ? പഴയ കാര്യമാണ്.
ഈ വാസ്തവമായിട്ട് ഇത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതേ നാവ് കൊണ്ടാ. അപ്പോൾ അവന് അതേ രൂപത്തിലെ തിരിച്ചടിയായി കൊടുക്കുന്നത്. അത് സ്ട്രാറ്റജി എന്ന് പറഞ്ഞതിനേക്കാൾ എന്ത് നമ്മോട് ഈവിൾ സ്പിരിറ്റ് ചെയ്തുവോ അതേ അളവിൽ ദൈവം അവന് ന്യായവിധി വരുത്തുന്നു. സ്ട്രാറ്റജി എന്നതിന് പറയാൻ പാടില്ല, പറഞ്ഞാൽ തെറ്റുമില്ല. കാരണം അതിനകത്തൊരു പരിശുദ്ധിയുണ്ട്. കാരണം അവൻ അർഹിക്കുന്ന ശിക്ഷ. നമുക്കൊരു ശത്രുവിനെ ബൈബിൾ തന്നിട്ടുള്ളൂ. കാരണം ജഡരക്തമല്ല, ഇവൻ ശത്രുവാണെന്ന് ദൈവം പറഞ്ഞു. തിന്മ അതിൻ്റെ പ്രഭുവാണെന്ന് പറഞ്ഞു. അവനോടെതിരിടാൻ അതേ നാണയത്തിൽ ഗ്രാവിറ്റി കൂട്ടി തിരിച്ചു പെരുമാറുന്നു. ഇതാണ് വാസ്തവത്തിൽ. വ്യക്തത വന്നോ? വന്നു. നന്ദി. മറ്റുള്ളവർ കൂടി അത് പ്രയോജനപ്പെടട്ടെ. എനി ക്വസ്റ്റ്യൻ?